ഓക്കെ. ഫസാൻ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം നമ്മുടെ മരണമാണ് നമ്മുടെ ഖിയാമം അല്ലെ. ഖിയാമം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് അടയാളങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. റസൂലിന്റെ ആഗമനവും അന്ത്യനാളവും അടുത്താണെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഖിയാമത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു അല്ലെ. ഇനിയും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അതിന് കാത്തു നിൽക്കാതെ നമ്മുടെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോ അപ്പൊ നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല. അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിങ്കലേക്ക് മടങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മരണമാണ് നമ്മുടെ അന്ത്യനാള് അല്ലെ. അന്ത്യനാൾ അടുക്കും തോറും നമുക്ക് ഓരോരോ പരീക്ഷണങ്ങൾ, ഫിത്തനകൾ, നമ്മുടെ വീട്ടിലൊക്കെ ഫിത്തനകൾ വന്നെത്തുകയാണ്. പല രൂപത്തിലും ഫിത്തനകൾ, മൊബൈലിന്റെ രൂപത്തിലായിട്ടും അല്ലെ. നന്മയുണ്ട് തിന്മയുണ്ട് അതില്. നമ്മുടെ മക്കളുടെ സ്കൂള് അല്ലെ, ആ വിദ്യാഭ്യാസത്തിന്റെ ആ പാഠ്യപദ്ധതിയില് പലതും ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ കുട്ടികളുടെ ബുക്കൊക്കെ മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ വീട്ടിലൊക്കെ അടുക്കള ജോലിയിൽ പുരുഷനും കൂടി ചെയ്യാണ്. പുതിയ പാഠ്യപദ്ധതി മാറിയ ബുക്കില് പണ്ടത്തെ ആ ചിത്രങ്ങളെ എല്ലാം ഇപ്പൊ ഉള്ളത്. പിന്നെ പുരുഷനും കൂടെ ജോലി ചെയ്യാം. അതേപോലെ തന്നെ സ്ത്രീ ഭയങ്കര ഫാഷനിലായിക്കൊണ്ട് പിന്നെ അങ്ങനെ ഷോപ്പിംഗ് നടത്തുന്നൊക്കെ. കാരണം കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇവരിങ്ങനെ സ്ത്രീ ജോലി ചെയ്യണം നിർബന്ധമായിട്ട്, സ്ത്രീയും പുരുഷനും ഒരേ തുല്യ പങ്കാണ് എന്നുള്ള രീതിയിലൊക്കെ പാഠ്യപദ്ധതിയിൽ ഇങ്ങനെ ആക്കി വരാണ്. അപ്പൊ നമ്മുടെ മക്കളിലേക്കൊക്കെ പിന്നെ അങ്ങനെ ചെറുങ്ങനെ കൊണ്ടുവന്നിട്ട് നിരീശ്വരവാദം വളർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ഇല്ല എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സർവ്വ സ്വാതന്ത്ര്യം എന്നുള്ള നിലക്ക് ആക്കി വരികയാണ്. അപ്പൊ നമ്മുടെ മക്കള് പിന്നെ ശാസ്ത്രം പറഞ്ഞിട്ട് നമ്മളെ പിന്നെ ഇസ്ലാം, ഈമാൻ, ഇതൊക്കെ എന്ത് അള്ളാഹു ഇല്ല എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ആ ശാസ്ത്രം കൊണ്ട് തന്നെ തെളിയിക്കാൻ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ആണ് നമ്മുടെ രക്ഷിതാവ് അല്ലെ, ഒരേ ഒരു ആരാധ്യൻ. എന്താണ് നമ്മൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സദാസമയം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതെന്താണ്? ഓർമ്മയില്ലേ? കേൾക്കണില്ലേ? ഏതാണ് ആ പ്രാർത്ഥന? അള്ളാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ഷൈഅ അല്ലെ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം. അള്ളാഹു അവനാണ് എന്റെ രക്ഷിതാവ്, അവനോട് ഞാൻ ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല അല്ലെ. നിങ്ങളെല്ലാരും പറയും അള്ളാഹു റബ്ബി അള്ളാഹു അവനാണ് എന്റെ രക്ഷിതാവ്, അവനോട് ഞാൻ ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല അല്ലെ. അത് നമ്മൾ സദാസമയവും പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് മരണത്തോട് കൂടിയിട്ട് നമ്മളെല്ലാ കർമ്മങ്ങളും അവസാനിച്ച് അല്ലെ, നമ്മള് യാത്രക്ക് ഒരുങ്ങുകയാണ്. ഏത് സമയം മരണം നമുക്ക് വന്നെത്താം. പിന്നെ നമ്മൾ സമ്പാദിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ മരിച്ചാല് എല്ലാം പൊളിഞ്ഞ് നമുക്ക് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സമ്പാദിച്ചോ അതേ നമ്മുടെ ഖബറിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പം അധ്വാനിച്ച് കുറേ മക്കൾക്ക് വേണ്ടിയിട്ട് വീടും അതേപോലെ തന്നെ സൗധങ്ങളൊക്കെ കെട്ടി ഉയർത്തി നമ്മുടെ അധ്വാനം ഫുള്ള് അതിലേക്കാക്കി. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മരണത്തോടൊപ്പം ഒരു കൈ നന്മകൾ മാത്രമേ നമുക്കുണ്ടാവൂ. നമ്മുടെ മക്കള് ഈ വീടൊക്കെ പൊളിച്ച് പുതിയ ഫാഷൻ അനുസരിച്ച് അവര് മാറ്റൂ. ആ അധ്വാനമൊക്കെ വെറുതെ ആയില്ലേ. അപ്പൊ ഇതൊക്കെ അവരുടെ ഫാഷൻ അനുസരിച്ച് അവരതൊക്കെ മാറ്റി വേറെ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ അതിന്റെയൊക്കെ അവസ്ഥ. നമ്മൾ അത്യാവശ്യം താമസിക്കാൻ ഒരു വീട് ഉണ്ടാക്കാം അല്ലെ. നമ്മുടെ അധ്വാനം ഫുള്ള് നമ്മൾ നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത്. ഭയങ്കര ഫാഷനിലായിട്ടൊക്കെ നമ്മൾ പലതും ഉണ്ടാക്കി കൂട്ടും. പക്ഷെ അതൊക്കെ നാളെ മക്കൾ മാറ്റും. മക്കൾ അവരുടെ ഫാഷൻ അനുസരിച്ചിട്ട് അത് പിന്നെ മാറ്റി ഉണ്ടാക്കും. അപ്പൊ നമ്മള് പിന്നെ ഏതെങ്കിലും ഒരു പാപം നമുക്ക് പൊറുപ്പിക്കാൻ ബാക്കിയുണ്ടോ? നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളില്ലാത്ത ഒരു ഭൂമി ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കും. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല, അങ്ങനെ നമ്മുടെ ചിന്ത. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്ന് വിചാരിച്ചിട്ട് പല നന്മകളിലേക്ക് നമ്മൾ പോവാതെ നമ്മൾ ഇതന്നെ നമ്മളെ മക്കളെ ജോലിയെ കാര്യങ്ങൾ വെച്ചിട്ട് വീടോ വൃത്തിയാക്കലോ അങ്ങനെ നമ്മൾ ഇതിലേക്ക് സമയം കണ്ടെത്തും. പക്ഷെ നമ്മൾ മരിച്ചാൽ കുറച്ചുണ്ടാവും നമ്മളില്ലാത്ത ആ പ്രയാസങ്ങൾ. പക്ഷെ അതിനുശേഷം അവര് സുഖമായിട്ട് ജീവിക്കും.
പിന്നെ നമ്മുടെ വല്യപ്പ ഇല്ലാത്ത ഒരു ഭൂമി അല്ലേ, വല്യപ്പ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു വല്യമ്മ. പക്ഷെ അവരില്ലാതായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് ഉണ്ടായിട്ടോ, അതൊക്കെ സുഖമായിട്ട് അങ്ങനെ നടക്കും. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മൾ ഒരിക്കലും നശിക്കാത്ത ഒരു ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചോ അതൊക്കെ നമുക്ക് എന്നേക്കുമായിട്ടും ഉണ്ടാവും. പിന്നെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് നമ്മൾ നോക്കുക. നമുക്ക് ഈ പിന്നെ ഹിദായത്ത് അള്ളാഹു നൽകുന്ന ഒരു വമ്പിച്ച അനുഗ്രഹം തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവരെങ്ങനെയാണ് പണിയൊക്കെ എടുക്കുക, അവർക്ക് അതൊന്നും അറിയില്ലല്ലോ എന്ന് നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലേ. അവര് നമ്മളെ വിട്ടു പോകുമ്പോൾ വീടൊക്കെ മാറി കൂട് മാറി താമസിക്കുമ്പോൾ അവര് നല്ല സ്റ്റൈലിലെല്ലാം ഉണ്ടാക്കണേ അല്ലെ, ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല. അവര് നല്ല ഉഷാറായിട്ട് അവർ ജീവിക്കുന്നു. അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ബാധ്യതയാണ് എല്ലാവർക്കും വേണ്ടിയ ബുദ്ധിയും കഴിവും പിന്നെ മനുഷ്യ ബുദ്ധി അല്ലെ അത് നൽകാന്നുള്ള, മനുഷ്യന് നല്ല ഏതൊരു ജീവിക്കും. അത് സൂറത്ത് പിന്നെ ആല ഏതാണ് ആയത്ത് നിങ്ങളൊന്ന് പറയും. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? അവൻ നമ്മെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി അല്ലെ, എന്നിട്ട് അതിന് വേണ്ടുന്ന മാർഗദർശനം അള്ളാഹു നമുക്ക് നൽകി. എന്താണ് അതിന്റെ അർത്ഥം? അത് ഈ ഹിദായത്തല്ല, പിന്നെയോ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടുന്ന മാർഗദർശനം അവൻ നൽകി. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ജനിച്ചത് മുതൽ അവൻ എങ്ങനെയൊക്കെ ജീവിക്കണം, അവന് ജീവിക്കാൻ വേണ്ടുന്ന ആ ഒരു ഐഡിയാസ് ഒക്കെ എല്ലാം അള്ളാഹു നമുക്ക് ബുദ്ധിയിൽ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും. അതാണ് ആ ആയത്ത് അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എല്ലാത്തിനെയും സൃഷ്ടിച്ച് ശരിപ്പെടുത്തി അതിന് വേണ്ടുന്ന മാർഗദർശനം നൽകിയവൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എല്ലാ ജീവികൾക്കും അല്ലെ, നമ്മൾ മനുഷ്യന്മാര് മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും അതേപോലെ തന്നെ വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളും, അവരൊക്കെ എന്ത് സ്റ്റൈലിൽ കുട്ടികളെ പോറ്റുന്നു അല്ലെ, അവർക്ക് വേണ്ടിയ ജോലികൾ അവരെടുക്കുന്നു. അപ്പൊ അത് ഹിദായത്തല്ല, പിന്നെന്താണ്? ഇത് മാർഗദർശനം. നമുക്ക് വേണ്ടുന്ന എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമുക്ക് സമ്പാദിക്കണം, എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇഹലോകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ചെയ്യേണ്ടുന്ന മാർഗദർശനം നൽകിയവന് അവനാണ്. ഇതേപോലെ ഏകദേശം ഒരു ആയത്ത് സൂറത്ത് പിന്നെ ത്വാഹയിൽ കാണാം. അത് ആരാന്ന് പറയാൻ പറ്റും ഏതാണ് ആയത്ത് എന്നുള്ളത്? മൂസാ നബി പറയുന്നത് അറിയാമെങ്കിലും അൽഹംദുലില്ലാ. സൂറത്ത് ത്വാഹ 50-ാമത്തെ ആയത്ത്. ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. ഫിറഔന്റെ ആ ചോദ്യത്തിന് മുന്നിൽ എന്താണ് ചോദ്യം? പിന്നെ ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് എന്ന ഫിറഔന്റെ ചോദ്യത്തിന് മുമ്പിൽ അല്ലെ, പിന്നെ ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് എന്ന് ഫിറഔന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചോദിച്ചപ്പോ മൂസാ നബിന്റെ ആ ഉത്തരം ഉണ്ടല്ലോ, ലോകത്തുള്ള മുഴുവൻ നാവുകളെയും അടക്കുന്നതാണ് ആ ഉത്തരം. സൂറത്ത് നമുക്ക് ആ ത്വാഹന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. ലോകത്തുള്ള മുഴുവൻ നാവുകളെയും അടക്കുന്ന ഉത്തരം. കാരണം ഈ ലോകത്ത് വേണ്ടുന്ന എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് അതതിന് വേണ്ടുന്ന മാർഗദർശനം നൽകുന്നവൻ അവനാണ് എന്റെ രക്ഷിതാവ്. ശരിക്കും ഉത്തരം മുട്ടിപ്പോയി. അവർക്ക് അപ്പൊ ഹിദായത്ത് അള്ളാഹ് കൊടുക്കാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് മുൽക്കില് അതേപോലെ തന്നെ സൂറത്ത് ഖമറിലെ ഒക്കെ കാണാം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുന്നുണ്ട് അല്ലെ, പക്ഷെ മനുഷ്യൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഹിദായത്ത് നൽകുക എന്നുള്ളത് അള്ളാഹിന്റെ ബാധ്യതയാണ്. അപ്പൊ ആ സമയത്ത് ഫിറഔന് ഉത്തരം മുട്ടിപ്പോയി. ഫിറഔൻ മറ്റൊരു ചോദ്യത്തിലേക്ക് തിരിയാ ചെയ്യുന്നത്. അതിന് ഉത്തരം കൊടുക്കാതെ മറ്റൊരു ചോദ്യത്തിലേക്ക് തിരിയുന്നു. എന്നിട്ട് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുമ്പോൾ അത് ജാലവിദ്യ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാണ്. അപ്പൊ നോക്കൂ, എല്ലാ മനുഷ്യ ബുദ്ധിയെയും ചിന്തിപ്പിക്കുന്ന ആ ഒരു അല്ലെ, പ്രവാചകന്മാരുടെ വാക്കുകളിൽ നിന്ന് നിർഗളിക്കുന്ന ആ ഭയങ്കരമായ സത്യങ്ങൾ അതെല്ലാ നാവിനെയും അത് ഉത്തരം മുട്ടിക്കും. അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ ആ ഒരു ഉത്തരം. അപ്പം നമുക്ക് ഹിദായത്ത് കിട്ടാനുള്ള ആ ഒരു ഉൾവിളിയാണത്. അത് ഫിറഔൻ എന്താക്കി അവഗണിച്ച് അല്ലെ മറ്റൊരു ചോദ്യത്തിലേക്ക് തിരിഞ്ഞ് ഉത്തരം മുട്ടിപ്പോയിട്ട് സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ഉത്തരം നമ്മൾ ചിന്തിച്ചാൽ വിശദീകരണത്തിന് പേജുകളോളം വിശദീകരിച്ചാലും തീരൂല. അപ്പൊ ആ ഹിദായത്ത് അള്ളാഹു അള്ളാഹുവിന്റെ ബാധ്യത തന്നെയാണ് എന്നുള്ള 2-3 ആയത്തും കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സൂറത്ത് ലൈല് ഖമറിൽ ഏതാണ് ആയത്ത്? ഖമറല്ല ലൈല് അല്ലെ, സൂറത്ത് ലൈല് വല്ലൈലി ഇദാ യഗ്ഷ എന്നുള്ള ആ സൂറത്തില് പറയാൻ പറ്റുമോ? അല്ല, ഇന്ന അലൈന ലൽഹുദ അല്ലെ. എന്താണ് ഇന്ന അലൈന ലൽഹുദ? തീർച്ചയായും മാർഗദർശനം നൽകുക എന്നത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അള്ളാന്റെ ബാധ്യതയാണ് എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്ത് നൽകാന്നുള്ളത്. അത് അള്ളാഹ് തരുന്നുണ്ട് നമുക്ക് അല്ലെ, എല്ലാ മനുഷ്യന്മാർക്കും. സൂറത്ത് മുൽക്കിൽ എന്താ അള്ളാഹു പറയുന്നത്?
ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദബ്നാ വഖൽനാ മാ നസ്സലല്ലാഹു ല. തീർച്ചയായും ഞങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നു. നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊരാളും അത് സമ്മതിക്കും. മാർഗദർശനം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ആരും പറയില്ല. ഖാലൂ അവർ പറയും ഖദ് തീർച്ചയായും ഖദ് ജാഅനാ ഞങ്ങൾക്ക് വന്നിരുന്നു അല്ലെ, താക്കീതുകാരൻ ഞങ്ങൾക്ക് വന്നിരുന്നു. ഫകദബ്നാ ഞങ്ങൾ അതിനെ കളവാക്കിയതാണ്. അപ്പൊ എല്ലാവർക്കും മാർഗദർശനം ലഭിക്കുന്നുണ്ട് അല്ലെ. സൂറത്ത് ഫുർഖാനിൽ കാണാൻ സാധിക്കും. യാ വൈലത്താ ലൈതനീലം അത്തഹദ് ഫുലാനൻ ഖലീല. ഇന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം മാർഗദർശനം കിട്ടിയിട്ടും ആ ഒരു ഇതിനെ തള്ളിക്കളഞ്ഞ് അല്ലെ, ആ ഒരു ഹിദായത്തിനെ ലഖദ് അവല്ലനി അനിൽ ദിക്രി ബഅദ ഇസ്ദാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനു ഖദൂല. തീർച്ചയായും ഞാൻ ഈ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ ശൈത്താൻ നിശ്ചയമായും എന്നെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് അവർ അന്നേരം പറയാണ്. ആ മാർഗദർശനം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. സൂറത്ത് സജദയിൽ അള്ളാഹ് പറയുന്നു വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി. അള്ളാഹുവിന്റെ ഉത്ബോധനം വന്നെത്തിയിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാളും അക്രമി മറ്റാരുണ്ടെന്ന്. അള്ളാഹു മാർഗദർശനം എല്ലാവർക്കും നൽകുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് തിരിഞ്ഞു കളയാണ് മനുഷ്യന്മാര്. അപ്പോൾ അവനേക്കാളും വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ് സൂറത്ത് സജദയിൽ അല്ലെ. പോരാത്തതിന് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിയിട്ട് നമ്മളെ പിടികൂടും. അല്ലെ നുസീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സുബഹി നമസ്കാരത്തിൽ പാരായണം ചെയ്യും അല്ലെ. പരീക്ഷണങ്ങൾ ഇങ്ങനെ നമുക്ക് വരും. അപ്പൊ നമുക്ക് ഖേദിച്ചു മടങ്ങും. സ്വഹാബിമാരൊക്കെ അല്ലേ പരീക്ഷണങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന അവര്. നമ്മളിങ്ങനെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാം നമുക്ക്. പക്ഷെ സ്വഹാബിമാരൊക്കെ നമ്മൾ പരീക്ഷണത്തിൽ നിന്ന് ഒരു സുഖജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാനെ മറക്കുന്നു. അവർക്ക് പേടി. ശരി തന്നെയാണ്. നമുക്ക് പരീക്ഷണം വരുമ്പോൾ നമ്മൾ ഇരുന്നും കിടന്നും നമസ്കരിച്ചിട്ടൊക്കെ എങ്ങനെ ഭയങ്കര വിനയാന്യതനായിട്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും അല്ലെ. ഉത്തരം കിട്ടിയാലും നമുക്ക് അതിൽ കുറച്ചൊക്കെ ഒരു മടി അങ്ങോട്ട് വരാൻ തുടങ്ങും. റാഹത്തായല്ലോ, ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഉത്തരം കിട്ടിയില്ല, നമ്മൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിലോ നമ്മൾ ചാടി എണീക്കും, തഹജ്ജുദിനിലെ കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ ഉത്തരമൊക്കെ കിട്ടി, ജോലിയൊക്കെ ആയി, ഒന്ന് റാഹത്തായാല് ഒന്ന് കിടന്നോർക്കും, സാരമില്ല ഒന്നൊന്ന് ഓർക്കട്ടെ, പിന്നെ ആക്കാം. ആ നന്ദി പറയാനുള്ള ആ ഒരു ചിന്ത നമുക്ക് വരൂല. അപ്പൊ ആ ഒരു വിനയാന്വിതമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന ശരിക്കും നിന്നോ. അതുകൊണ്ട് തന്നെയാണ് നമുക്കല്ല പേടി. സഹാബിമാർക്ക് അവര് ജീവിതം നല്ല പേടിയുണ്ടായി. അവരൊക്കെ എപ്പോഴും പരീക്ഷണം വരുന്നേ അവർ പ്രാർത്ഥിക്കും, നമുക്ക് എന്നാലേ അള്ളാഹിന് ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ നമ്മളെ അവസ്ഥയിലെ അപ്പൊ നമ്മള് പരീക്ഷണം വന്ന് നമുക്ക് അള്ളാഹു അതിൽ നിന്ന് രക്ഷ നൽകിയാലും അള്ളാഹുവിനെ മറക്കരുത്. നമ്മൾ ആ നന്ദി ചെയ്യാത്ത തഹജ്ജുദ് നമ്മൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് എല്ലാം തൗഫീഖ് ചെയ്യട്ടെ അല്ലെ. മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ നമ്മള് അള്ളാഹുവിനോടുള്ള നന്ദി അല്ലെ. നമുക്ക് അള്ളാഹു ഭൂമിയിൽ താമസ സൗകര്യം നൽകിയില്ല, കാരണം നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം. നമുക്ക് ഈ കാര്യങ്ങൾ ഹിദായത്ത് നൽകി, നമുക്ക് ഈ മാർഗദർശനം നൽകിയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ബുദ്ധിയും കഴിവും വിവേകവും നൽകിയില്ലേ. നമ്മളിപ്പോ ഒരു പൊട്ടത്തിയായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ഇല്ലല്ലോ. നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറിൽ വേണ്ടിയമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ ഓടുണ്ട് അല്ലെ. ആവശ്യങ്ങളൊക്കെ നമ്മൾ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിതൊക്കെ അള്ളാഹു നമ്മുടെ ബുദ്ധിയിൽ നൽകിയതാണ്. നോക്കൂ, ഇപ്പൊ ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പൂച്ച ഇങ്ങനെ ആ ഒരു പൂച്ചല്ലേ ടെറസുമെന്ന് മറ്റൊരു ടെറസുമിലേക്ക് ചാടാൻ നിൽക്കുകയാണ്. അത് ചാടാൻ നിൽക്കുമ്പോൾ അതിന്റെ ശരീരമൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ചുരുക്കിയിട്ട് ഇങ്ങനെ ചാടാനുള്ള തയ്യാറെടുപ്പിൽ, എന്നിട്ട് അപ്പൊ തന്നെ അതൊറ്റ ചാട്ടം മറ്റേ ടെറസുമിലേക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിന് ചാടാൻ പോകുമ്പോ അത് നടുവിൽ വെച്ച് വീണ് പോവാണ്ടെക്കാൻ അതൊന്ന് തയ്യാറെടുത്തതാണ് അല്ലെ. നമ്മളും അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മൾ വീഴാണ്ടെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ അള്ളാഹു നമുക്ക് ബുദ്ധിയിൽ നൽകി. നമ്മളെ ശരീരം എങ്ങനെ സംരക്ഷിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകി. അപ്പൊ നമുക്ക് ആ നൽകിയ അനുഗ്രഹത്തിന് എത്രയോ വമ്പിച്ച അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയത് അല്ലെ. ബുദ്ധി നൽകി. മനുഷ്യന്മാർക്ക് മാത്രമാണ് അള്ളാഹു സംസാരശേഷി നൽകിയത് അല്ലെ. നമ്മൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടില്ല, കാര്യങ്ങൾ ഗ്രഹിച്ച് നമ്മളെ ബ്രെയിൻ ഇല്ല, അതുകൊണ്ട് ചിന്തിച്ച് എന്താ സംസാരിക്കേണ്ടതെന്ന് നമ്മൾ അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തി നമ്മൾ സംസാരിക്കുന്നു അല്ലെ. അതൊക്കെ എന്തൊക്കെ അവയവങ്ങൾ പ്രവർത്തിച്ചാലാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കൂ, സൂറത്ത് ത്വാഹ 53-ാമത്തെ ആയത്തിൽ കാണാം, അല്ലദീ ജഅല ലക്കുമുൽ അർള മഹദൻ വസലക ലക്കും ഫീഹാ സുബുലൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിനൻ നബാത്തിൻ ശത്ത. അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കി തരുകയും നിങ്ങൾക്ക് അതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തരികയും ചെയ്തവനത്രേ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, അള്ളാഹുന്റെ ആകാശത്ത് നിന്ന് മഴ ഇറക്കി. മഴയുടെ അനുഭവം എത്രയാണ് ഇല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹു പറഞ്ഞത് മഴയെ കുറിച്ച് എന്താ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്? സന്തോഷ വാർത്തയായിട്ട് കാറ്റിനെ അയച്ചൂലെ. മഴക്ക് മുന്നോടിയായിട്ട് എന്താ പറഞ്ഞത് മഴയെ കുറിച്ചിട്ട്? അള്ളാഹു മഴക്ക് മുമ്പോടിയായിട്ട് കാറ്റിനെ അള്ളാഹു സന്തോഷ വാർത്തയായിട്ട് അയച്ചുല്ലേ. ആ കാറ്റ് ഇല്ലെ മേഘങ്ങളിൽ വന്ന് തട്ടിക്കൂടി അതിനെ മഴയായി രൂപപ്പെടുത്തി അതിനെ പെയ്യിക്കുന്നു. അപ്പൊ നോക്കൂ, ഈ മഴ എത്ര എത്രയോ ദൂരത്തുനിന്നാണ് മഴ മുകളിൽ നിന്നാണ് വരുന്നത്. അത് ഡിഗ്രി അന്തരീക്ഷത്തിൽ നിന്നൊക്കെ കടന്നിട്ടാണ്. എന്നിട്ട് അത് ഐസ് കട്ടയായി നമ്മുടെ മേൽ ഭവിക്കാതെ അത് എന്തായിട്ട്
സ്പ്രേ ചെയ്ത് വരുന്നത് അള്ളാഹുവിന്റെ നിഅമത്ത് അല്ലെ, ഔദാര്യം, കാരുണ്യം, ഇതൊക്കെയാണ് ആ മഴ നമുക്ക് ലഭിക്കുന്നത് അല്ലെ. വെള്ളമില്ലാണ്ട് നമുക്ക് ഭൂമിയിലെ ഒന്നും ഒരു ജീവനുമില്ല. ഇതൊക്കെ അള്ളാഹു നൽകിയ വമ്പിച്ച അനുഗ്രഹങ്ങൾ അല്ലെ. ചാറ്റൽ മഴ കാണുമ്പോഴും അതേപോലെ തന്നെ പെരുമഴ കാണുമ്പോഴും കനത്ത മഴ കാണുമ്പോഴൊക്കെ നമുക്ക് ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങൾ ഓർമ്മ വരും അല്ലെ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ. യാസീൻ ഗ്രൂപ്പിൽ പല പ്രാർത്ഥനകൾ ഇങ്ങനെ മുദാസ് ടീച്ചറൊക്കെ ഇടുമല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും ഓർമ്മ വരും. മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥന വിടരുത് അല്ലെ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ നമ്മൾ പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ മുതിർന ബി ഫളിലില്ലാഹി വറഹ്മത്തിഹി നമ്മൾ പ്രാർത്ഥിക്കും. കാരണം എന്താ, പ്രാർത്ഥന നമുക്ക് ഈ വിശ്വാസിക്ക് ഒരിക്കലും പ്രാർത്ഥന കൈവിടാനാവില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. മഴന്റെ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കും. മഴ അമിതമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കൂലേ. എപ്പോഴും പ്രാർത്ഥന തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രതിസന്ധിയിലും അള്ളാഹു രക്ഷ നൽകും അല്ലെ. നമ്മൾ എന്തൊരു പ്രതിസന്ധിയിൽ ഒരു വിശ്വാസി അകപ്പെട്ടാലും അള്ളാഹു വിചാരിക്കാത്ത വഴിയിലൂടെ അവന് രക്ഷ നൽകും അല്ലെ. നമ്മുടെ പ്രാർത്ഥന മുറുകെ പിടിക്കുമ്പോൾ അതാണ്. അതേപോലെ തന്നെ നമ്മളൊരു പ്രതിസന്ധിയിലാണെങ്കിൽ ഒരു യതീമിനെ തലോടുക അല്ലെ, നബിവചനമാണ്. കാരണം നമുക്ക് പല പല പോംവഴികൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ നമ്മൾ ചെലവ് ചെയ്യുക, കുടുംബക്കാർക്കൊക്കെ എന്താ ഐസ്ക്രീം വാങ്ങിക്കൊടുത്താൽ ഇതൊന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്കൊരു സന്തോഷം നൽകുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ധർമ്മം ചെയ്യാം, അള്ളാഹുവിന് നന്ദിയായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്യല, സുജൂദിന്റെ ഒരു നമുക്കറിയാം, സുജൂദ് അല്ലെ, ശുക്രിന്റെ സുജൂദ്, അതൊക്കെ നമുക്ക് സന്തോഷം വരുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാണ്ട് നമ്മളൊന്ന് അടിച്ചു പൊളിച്ച് ഭയങ്കരമായിട്ട് ചെലവ് ചെയ്ത് അങ്ങനെയല്ല. അപ്പൊ നമ്മള് വിശ്വാസികൾ മാതൃകയാണ് നമ്മുടെ കുടുംബത്തിൽ അല്ലെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പലതിനും നമ്മൾ ഒത്തുചേരും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ് കുടുംബത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ ആളുകളിൽ നിന്ന് പലതും നമ്മൾ കേൾക്കും. പക്ഷെ നമുക്ക് 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നമ്മുടെ ഉത്ബോധനം ആ കുടുംബ സദസ്സിൽ നമ്മളൊന്ന് ശീലമാക്കാം അല്ലെ. അങ്ങനെ ആരെങ്കിലും ചെയ്യലുണ്ടോ? ഉണ്ടോ? ചെയ്യലുണ്ടോ? നമ്മളെപ്പോഴും ക്ലാസ് കേൾക്കുന്ന ആളുകളല്ലേ അല്ലെ, ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഖുർആൻ പഠിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവും, ഖുർആൻ പഠിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഗുണകാംക്ഷയായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണ്ടേ അല്ലേ? കേൾക്കുണ്ടോ? അപ്പൊ നമ്മളെന്താ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കേൾക്കണില്ലേ? കേൾക്കണ്ടേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളൊന്ന് പറയും. ഒരു 5 മിനിറ്റെങ്കിലും ഒരു ഉത്ബോധനം നമ്മുടെ വക നമ്മുടെ കുടുംബ സദസ്സുകളിൽ ഒന്ന്, നമ്മൾ ചെറിയ കുടുംബ സദസ്സുകളൊക്കെ കൂടുതലല്ല, എല്ലാ മാസം കുറി പരിപാടി നടത്തും. അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നമ്മൾ ഒന്നായിട്ട് നമ്മൾ നെറുക്കെടുക്കും, നമ്മൾ പല പല ജോലി ആക്കുമല്ലോ. ആ സമയത്ത് നമ്മുടെ ഒരു ക്ലാസ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഓരോ സമയത്ത് ഓരോരുത്തരായിക്കോട്ടെ, നമ്മൾ അതിൽ മുൻകൈ എടുക്കാം. ഓരോരുത്തർ ഖുർആൻ പഠിച്ച ആളുകൾ ഉണ്ടാവില്ല, അവരെ വക ഒരു 5 മിനിറ്റ് ആദ്യം നമ്മൾ തന്നെ തുടങ്ങുക. അപ്പൊ നമുക്ക് ആ സദസ്സ് ഒരു അനുഗ്രഹീതമായ സദസ്സായി മാറും അല്ലെ. മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ വലയം ചെയ്യുന്ന ഒരു സദസ്സനാണ് നമ്മുടെ കുടുംബ സദസ്സ്. അതിന് കുറ്റങ്ങളും പോരായ്മകളൊക്കെ വന്ന് ചേരും. അപ്പൊ അതിൽ നിന്നൊക്കെ നികത്താനും അത് ആ സദസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാനൊക്കെ ഒരു ക്ലാസ് അവിടെ ആവശ്യമാണ്. ഒരു 5 മിനിറ്റ് ക്ലാസ് നമ്മുടെ ഉത്ബോധനം അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ശീലിക്കുക. നമ്മൾ പ്രാർത്ഥിക്കും, അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് എത്തിച്ചേരും. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ കുടുംബ സദസ്സിലൊക്കെ എപ്പോഴും നമുക്ക് അത് ഉണ്ടാവരുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ശീലമാക്കാം. കാരണം അള്ളാഹുവിന്റെ ആ ഒരു ഖുർആന് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിലൊരു മഹത്വമുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിലൊരു മഹത്വമുണ്ട്. അപ്പൊ ആ മഹത്വം ഭയങ്കരമാണ്. റഹ്മത്തിന്റെ മലക്കുകളിലെ കാരുണ്യം വർഷിക്കാതെയും സമാധാനം എത്താതെയും മലക്കുകൾ അവരെ പറ്റി പറയാതെയും ഒരു സദസ്സും അള്ളാഹുവിനെ സ്മരിക്കാനിരിക്കുന്നില്ല. ആ കുടുംബ സദസ്സ് അങ്ങനെ ഒരു സദസ്സാക്കി മാറ്റണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഉത്ബോധനം ഉണ്ടാവും. എത്രയോ അത് ഗുണകാംക്ഷയാണ് അല്ലെ. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരു സദസ്സൊന്നും ഇനി സംഘടിപ്പിക്കാത്ത ഒരു സമയം വരാനിരിക്കുന്നു അല്ലെ. അന്ത്യനാൾ അടുത്താൽ അങ്ങനെ ഒരു സദസ്സിന് ഉണ്ടാവൂല. അലിമീങ്ങളൊക്കെ മരിച്ചു പോകും, അതേപോലെ തന്നെ വിശ്വാസികൾ മരിച്ചു പോകും. പിന്നെ കഅബയുടെ കല്ലുകൾ ഓരോന്നും ഇളക്കാൻ തുടങ്ങും. ഒരു കറുത്ത വർണ്ണമുള്ള വളഞ്ഞ കാലുള്ള നീഗ്രോ കഅബയുടെ കല്ലുകൾ ഇളക്കാൻ തുടങ്ങും. അങ്ങനെ കഅബ പൊളിക്കും. കഅബന്റെ ആവശ്യമില്ല, കാരണം നല്ല മനുഷ്യന്മാരൊക്കെ അള്ളാഹു മരിപ്പിച്ച് ഇനി ദുഷ്ടജനങ്ങള് തോന്നിവാസികളായ ജനങ്ങളാണ് ഇനി ഉള്ളത് ഭൂമുഖത്ത്. അവരിലേക്കാണ് ഖിയാമം സംഭവിക്കുക. ആരിലേക്കാ ഖിയാമം സംഭവിക്കുക? അങ്ങനെയുള്ള ജനങ്ങളിലേക്ക്. കാരണം ഇന്നെ നമ്മൾ കാണില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ വാർത്തകളാ ഇപ്പൊ കേൾക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഈ പുരുഷനും സ്ത്രീക്കും ജോലി ഉണ്ടെങ്കിൽ അവര് കല്യാണത്തിന് മുന്നേ തന്നെ ഒരു ഒത്തൊരുമയിലാവണം. സ്ത്രീനെ ജോലിക്ക് പോകാൻ സമ്മതിക്കണം എന്നുള്ള. പഠിച്ച പെണ്ണ് ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ സ്ത്രീ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ തീർക്കണം.
ഇപ്പം ഡൈവേഴ്സ് നടക്കുന്നത് അധികം സ്ത്രീക്ക് ജോലി ഉണ്ടാവും, എന്നിട്ട് പ്രശ്നങ്ങൾ വീട്ടില് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീനെ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അതേ ഒരു നല്ലൊരു ചർച്ച ചെയ്ത് ഇങ്ങനെ വിവാഹം നടക്കുമ്പോൾ ഒരു പ്രശ്നം വരൂല. പക്ഷെ ഇപ്പൊ ഫുൾ ഡൈവേഴ്സ് അധികം ഇങ്ങനെ നടക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സ്ത്രീക്ക് ജോലിക്ക് പോകാൻ ഇസ്ലാമിൽ അനുവാദം ഉണ്ട്, പക്ഷെ അതിന്റേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. ഈ അടുത്തൊരു ഡൈവേഴ്സ് നടന്നത് സ്ത്രീക്ക് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞ അവസാനം പോയി അവളെ പഴയ കളിയൊക്കെ തുടങ്ങി. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടാവും. നമ്മൾ അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചിട്ട് ജോലിക്ക് പോവാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ഈ കേസുകൾ വർദ്ധിക്കുകയാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ സ്ത്രീയും പുരുഷനും സമമാണ് എന്നുള്ള ആ ഒരു, അതേപോലെ തന്നെ വിവാഹമേ വേണ്ട എന്നുള്ള ആ ഒരു യുക്തിവാദ ചിന്തയിലേക്കാണ് നമ്മുടെ മക്കളെ, കുരുന്നു മക്കളെയും അതേപോലെ തന്നെ വളരുന്ന തലമുറകളൊക്കെ ഈ യുക്തിവാദം കൊണ്ടുപോകുന്നത്. വിവാഹമൊന്നും ആവശ്യമില്ല, നമുക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് എങ്ങനെയും ആവാം, എങ്ങനെയും ജീവിക്കാം, നമ്മുടെ ശരീരം നമ്മുടെ സ്വാതന്ത്ര്യം, മൃഗങ്ങളെ പോലും ആവാം. അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഖിയാമം സംഭവിക്കുമ്പോഴേക്കൊക്കെ പരസ്യമായിട്ട് വ്യഭിചരിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അല്ലെ? നമ്മളിപ്പോ ഒരു ബീച്ചിലോ കുറച്ച് ഉള്ളോട്ടുള്ള ആരും കാണാത്ത ബീച്ചിലൊക്കെ പോയാല് ആണും പെണ്ണും അങ്ങനെ കിടന്ന് സംസാരിക്കുന്നു, അതേപോലെ തന്നെ തൊട്ടുരുമ്പുന്നു. അവർക്ക് ഒരു പ്രശ്നമില്ല, ആരും പേടില്ല, അല്ലെ? അപ്പൊ വീട്ടുകാർക്കും പ്രശ്നമില്ല, വീട്ടുകാരും അവരെ തുറന്ന അനുമതി കൊടുക്കാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ വർദ്ധിച്ചു വരാൻ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നുന്നു, അല്ലെ? നമ്മുടെ മക്കള്, പേരമക്കള്, ഇവരൊക്കെ വരുന്ന തലമുറ എങ്ങനെയായിരിക്കും നമുക്ക് നല്ല പേടിയുണ്ട്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, തവക്കുൽ ചെയ്യാം. പ്രാർത്ഥന നമുക്ക് ഒരിക്കലും നമുക്ക് പാഴാവൂല. ആ പ്രാർത്ഥന കൊണ്ടേ നമുക്ക് എന്തും നേടാൻ സാധിക്കുകയുള്ളൂ. ആവർത്തിച്ച് റബ്ബിനോട് നമ്മൾ ചോദിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മക്കളും സന്മാർഗ പാതയിൽ ഉറച്ചു നിൽക്കാൻ, ഈ ഫിത്നകളും പരീക്ഷണങ്ങളും ഒന്നൊന്നായിട്ട് ദുനിയാവിലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കൾ വഴി തെറ്റാതിരിക്കാൻ, നമ്മൾ നിരന്തരം നമ്മുടെ പ്രാർത്ഥന, കാരണം അങ്ങനെയുള്ള ഒരു ദുനിയാവിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയെ നമുക്കുള്ളൂ, അല്ലെ? അപ്പൊ ഞാൻ വന്നത് ഈ ഖിയാമത്ത് നാൾ അടുക്കും തോറും ഞാൻ പറഞ്ഞല്ലോ ഈ ഫിത്നകൾ വർദ്ധിക്കും. നല്ലൊരു ഖുർആന്റെ സദസ്സ് സംഘടിപ്പിക്കുന്ന ഒരു സദസ്സ് ഉണ്ടാവില്ല. ആലിമുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, നല്ല ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവും. ആ സമയത്താണ് ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു ജന്തുവിനെ അള്ളാഹു പുറത്തു വരുത്തുന്നത്. സൂറത്ത് നംലിൽ കാണാൻ സാധിക്കും. എന്താണ് ആ ജന്തു? സംസാരിക്കും മനുഷ്യന്മാരോട്. അള്ളാഹുവിനെ എന്താ സംസാരിക്കുക ആ ജന്തു? നമ്മുടെ ആയത്തുകളിൽ അവർ ദൃഢവിശ്വാസി ആവുന്നില്ല എന്ന് ആ ജന്തു അവരോട് സംസാരിക്കും. എന്താണ് ആ ജന്തു സംസാരിക്കുക? അവർക്ക് ദൃഢവിശ്വാസമായി നമ്മുടെ ആയത്തുകളിൽ അവർ ദൃഢവിശ്വാസികളാവുന്നില്ല എന്ന് ആ ദാബത്തുൽ അർള് ജന്തു അവരോട് സംസാരിക്കും. കഅബയുടെ വാതിൽ കല്ല് ഇളക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ മിനൽ മഗ്രിബ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. ജനങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ സമയത്ത് സൂര്യൻ ഉദിക്കുന്നേ ഇല്ല. എന്താണ് ഇത്രയും നീളെന്ന് വിചാരിച്ചിട്ട് അവര് ഭയപ്പാടോട് കൂടി എണീറ്റ് നോക്കുമ്പോഴേക്ക് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതാ കാണാം. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഭയപ്പാട്, എന്തോ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ഖിയാമം സംഭവിച്ചു തുടങ്ങുന്ന പറയുന്നത്. ഈ എന്താണ് സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ കാരണം? ഒരു ഉൽക്ക അത് പുറപ്പെട്ടിട്ടുണ്ട്. ആ ഉൽക്ക എപ്പോഴോ പുറപ്പെട്ടതാണ്. ആ ഉൽക്ക ഭൂമിയെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയെ ഒരൊറ്റ ഇടി അത് ഇടിക്കും. ഭൂമിയെ ഒരൊറ്റ ഇടി ഇടിക്കുമ്പോൾ ഭൂമി അല്പം നേരം ഒന്ന് സ്റ്റക്ക് ആവും. നമുക്കറിയാം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യൻ കറങ്ങുന്നു, നക്ഷത്രങ്ങൾ എല്ലാം കറങ്ങുന്നു, സൗരയൂഥം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്പീഡിൽ വന്നിട്ട് ഈ ഉൽക്ക ഇടിക്കുന്ന സമയത്ത് ഭൂമി ഒന്ന് സ്റ്റക്ക് ആവും. സ്റ്റക്കായാൽ പിന്നെ എന്താ സംഭവിക്കുക? എതിർദിശയിലേക്ക് തിരിയും, അല്ലെ? ഒരു തിരിയുന്ന ഒരു സംഗതിയിൽ ഒരു സംഗതി വന്ന് ഇടിക്കുമ്പോ എന്താ അതിന് സംഭവിക്കുക? അതായത് എതിർവശത്തേക്ക് തിരിയും. എതിർവശത്തേക്ക് അത് തിരിയും. അങ്ങനെ തിരിയുമ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ആ സമയം വന്നെത്താ. അപ്പോഴേക്കും ഖിയാമം സംഭവിച്ചായി. കടലിങ്ങനെ തിളച്ചു മറിയില്ലേ? നമ്മൾ ആലോചിച്ചോ, ഈ തണുപ്പ് വെള്ളമുള്ള കടലിന് ചൂടാണെന്ന്. കാരണം അതിന്റെ അടിയിൽ ഭൂമി, അല്ലെ? അതേപോലെ ഭൂമിക്ക് അങ്ങനെ തന്നെ 3 ലെയറായിട്ടാണ് ഭൂമി ഉള്ളത്. അതിന്റെ ഏറ്റവും അടിയിൽ തിളച്ചു മറിയുന്ന ദ്രാവകം ഉണ്ട് എന്നാ പറയുന്നത്. ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അത് ഒരു കുഞ്ഞു നരകം തന്നെ ഉണ്ട് ഭൂമിന്റെ ഏറ്റവും ഉള്ളിലായിട്ട്. അതൊക്കെ ഇങ്ങനെ കബറുകൾ പൊട്ടി പിളർന്ന് അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാ ചെയ്യാ. കടല് തിളച്ചു മറിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 70% കടലാണ്, ആകെ 30% ഉള്ളൂ കര. ആ കടല് കരയെ ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താ സംഭവിക്കുക? കടലില്ല, അല്ലെ? ആ തിളച്ചു മറിയുന്ന കടല് കരയെ മുഴുവൻ ആക്രമിക്കും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ലോകം നശിക്കാണ്. അത് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണത്.
സഹിക്കാൻ കഴിയാത്തതാണത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വിശ്വാസികളെ ആദ്യം മരണപ്പെടുത്തുന്നത്. ദുഷിച്ച ജനങ്ങളിലാണ് ഖിയാമം സംഭവിക്കുക. കാരണം അത്രമാത്രം ഭയാനകമായ സംഭവങ്ങളാണ് നടക്കാനിരിക്കുന്നത് ഖിയാമത്ത് നാൾ. അപ്പൊ നമുക്ക് സൂറത്ത് തക്വീറിലെ ആ രംഗം ഒന്ന് നമുക്ക് ഓർത്തു നോക്കാം. ഇദ ശംസു കുവിറത്ത്, ല്ലേ? സൂര്യൻ ചുറ്റി പൊതിയപ്പെടുമ്പോൾ, വഇദൻ നുജൂമുൻ കദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോഴും ചെയ്യുമ്പോൾ, വഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ. ഈ പർവ്വതം, അല്ലെ, അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചപ്പോ ഭൂമിക്ക് ഒരു ഇളക്കം കണ്ടു. അങ്ങനെ അതിൽ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിച്ചു, അല്ലെ? പർവ്വതങ്ങൾ അള്ളാഹു ആണികളാക്കി, അതിന്റെ അടിയിലേക്കുണ്ട് അത്ര തന്നെ. അപ്പോൾ ഭൂമി സ്റ്റക്കായി നിന്നു ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിച്ചപ്പോൾ. വഇദൽ ഫിഷാറ് ഉത്തുലത്ത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ ഒഴിച്ചു വിടപ്പെടുകയും ചെയ്യുമ്പോൾ, അല്ലെ? ആ ഒട്ടകങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് അറബികളുടെ. അതിനൊക്കെ അങ്ങനെ അഗണ്യ കോടതി തള്ളാണ്. അതിനൊന്നും ശ്രദ്ധിക്കാൻ നേരല്ലേ ആളുകൾക്ക്. വഇദൽ ബിഹാർ സുയ്യിറത്ത്, സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. ഇതൊക്കെ ശാസ്ത്രം ഇന്ന് കണ്ടെത്തി. സമുദ്രത്തിൽ തിളച്ചു മറിയുന്ന ഒരു അവസ്ഥ വരുന്നില്ലേ? ഭൂമിക്ക് ഒരു അവസാനമുണ്ട് ലോകത്തിന് എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തി. വഇദൻ നുഫൂസു സുവ്വിദത്ത്, ആത്മാക്കൾ അഥവാ ആളുകൾ ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഖബറുകളൊക്കെ അങ്ങനെ പൊട്ടി പിളർന്ന് പുറത്തേക്ക് വരും, അല്ലെ? വഇദൽ മൗഊദത്തു സുഇലത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺ ശിശുക്കള് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ. എന്താ ചോദിക്കുക? ബി അയ്യി ദൻബിൻ ഖുതിലത്ത്, ഏതൊരു കുറ്റത്തിലാണ് അത് കൊല്ലപ്പെട്ടത് എന്ന്, അല്ലെ? എന്ത് കുറ്റത്തിലാണ് നമ്മൾ കൊല്ലപ്പെട്ടത് എന്ന്. വഇദ സുഹുഫു നുശിറത്ത്, ഏടുകൾ തുറന്നു വിടുത്തപ്പെടുകയും ചെയ്യും, നമ്മുടെ നന്മ തിന്മകളുടെ ഏടുകള്. വഇദ സമാഉ കുശിതത്ത്, ആകാശം ഒരിച്ചു മറ നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ. ഈ ആകാശം 7 തട്ടുകളായിട്ടാണ് ഉള്ളത്, അല്ലെ? ഖുർആൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂമിയും 7 ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് ഹദീസിലുണ്ട്. ഹദീസിൽ എന്താ ഉള്ളത്? 7 ഭൂമി എന്നുള്ള ഹദീസ് അറിയോ? ഒരാള് ഓർമ്മയില്ല. ഒരാളുടെ ഭൂമി, അല്ലെ, അന്യായമായിട്ട് കൈവശപ്പെടുത്തിയാൽ 7 ഭൂമികൾ അവരുടെ കഴുത്തിൽ ചാർത്തപ്പെടും, അല്ലെ? അപ്പൊ ഒരു ഹദീസ് കാണാൻ പറ്റും. അതിന് സമാനമായ ഒരു ആയത്ത് ഖുർആനിൽ കാണാൻ പറ്റും. ഭൂമിയും അവയെ പോലെയുള്ളതും എന്ന്. അതിന്റെ ആയത്ത് ഞാൻ കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ഇടാം. ഒരു ആയത്തും അതിലുണ്ട്. വിശുദ്ധ മാഷാ അല്ലാഹ്, അതാണ് ആ ആയത്ത്. പിന്നെ അതേപോലെയുള്ള ഭൂമിയിലെ ആകാശത്തെ പോലെ 7 എണ്ണം ഭൂമിയും, അങ്ങനെയുള്ള ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ആകാശത്തിന്റെ, അല്ലെ, ഒന്നാം ആകാശത്ത് തന്നെ നമ്മൾ എത്തേണ്ടുന്ന ദൂരം 500 വർഷം സഞ്ചരിക്കുന്ന ദൂരാണ്. അതിൽ നിന്ന് അത്ര തന്നെയുണ്ട് രണ്ടാം ആകാശത്തിലേക്കും, അതേപോലെ അങ്ങനെ 7 ആകാശത്തിലേക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ സൃഷ്ടി വൈഭവം, അല്ലെ, ഭയങ്കരമായ, നമുക്ക് നമ്മുടെ തലയിൽ കൊള്ളൂല, അത്രമാത്രം ഉണ്ട് അള്ളാന്റെ കഴിവുകൾ. അതന്നെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്, അല്ലെ? ഒരു പ്രകാശവർഷം ഈ ലോകത്തിനെ ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ കോടിക്കോടി വർഷങ്ങൾ എടുക്കണം. അത് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ് പ്രകാശം. അപ്പൊ ഈ പിന്നെ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയായിരിക്കും, അല്ലെ? അഖിലാണ്ട മണ്ഡപം. അപ്പൊ ആ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒന്നാം ആകാശത്തു നിന്നുള്ള ദൂരം അത്ര. അങ്ങനെ 7 ആകാശങ്ങൾക്ക് മുകളിൽ എന്താ ഉള്ളത്? ഒരു നദി, അല്ലെ? ആ നദീന്റെ മുകളിലും എന്തുണ്ട്? ആ നദീന്റെ ദൂരവും അത്ര തന്നെ, 500 വർഷം സഞ്ചരിക്കുന്ന ദൂരം. ആ നദിയുടെ മുകളിലായിക്കൊണ്ട് 8 മലക്കുകൾ വഹിക്കുന്ന സിംഹാസനം, അല്ലെ? അവരുടെ ഉയരവും അത്ര തന്നെ, 500 വർഷം സഞ്ചരിക്കുന്ന ദൂരം. ആ സിംഹാസനത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപവിഷ്ടനായിരിക്കുന്നത്, അല്ലെ? വെള്ളത്തിന് മുകളിൽ 8 മലക്കുകൾ വഹിക്കുന്ന. അള്ളാന്റെ സ്ഥാനം എത്രയാണ്, അല്ലെ? അള്ളാഹുവിന്റെ, അവന്റെ സിംഹാസനത്തിന്റെ ഇടയിൽ നമ്മുടെ ഈ ആകാശ ഭൂമികളൊക്കെ മൊത്തം വെച്ച് നോക്കുമ്പോൾ മരുഭൂമിയിൽ ഒരു മോതിരട്ട പോലെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, അല്ലെ? വസിയ കുർസിയു സമാവാതി വൽ അർള്, ആകാശ ഭൂമികളോളം വിശാലമാണ് അവന്റെ സിംഹാസനം. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം, അവയുടെ സംരക്ഷണം അവന് ഒട്ടും പ്രയാസകരമേ അല്ല, അവൻ ഉന്നതനും മഹാനുമാണ്, അല്ലെ? ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചോക്കാം, ഒരു ഇല പൊഴിയുന്നത് പോലും അള്ളാഹു അറിയുന്നു, അല്ലെ? നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കാം, അത് ശരിക്കും നമ്മൾ ഈ ചെടികളും മരങ്ങളൊക്കെ ആലിക്കും, ഒരു ഇല പോലും പൊഴിയുന്നത് അള്ളാഹു അറിയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് എത്രയാണ്, അല്ലെ? അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയാം? നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്, അല്ലെ? അവൻ എന്തിനും കഴിയും, അല്ലെ? റബ്ബിന്റെ ആ ഒരു സൃഷ്ടി വൈഭവം, അതേപോലെ തന്നെ റബ്ബിന്റെ കാരുണ്യം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെ? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വമ്പിച്ച സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, അല്ലെ? നമ്മുടെ മനസ്സിങ്ങനെ ഒരു തഖ്വയിലായിരിക്കുന്ന സമയത്ത്, ഒരു ദൃഷ്ടാന്തങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഉടനെ പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യം. അത്ഭുതങ്ങൾ കാണുമ്പോൾ, നമ്മള് വലിയ വലിയ പാറകളും മലകളൊക്കെ നമ്മൾ ടൂർ പോയാലൊക്കെ കാണും. അതൊക്കെ നമ്മൾ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെ ഒക്കെ ഒരു വിശാലത, അല്ലെ?
നമ്മള് മനുഷ്യനെ നിസ്സാരന്മാരെ എപ്പോ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യം, നമ്മുടെ മകളെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ കാര്യം എന്തായിരിക്കും അള്ളാഹുവിന് കഴിയും അല്ലെ, അത് രോഗം മാറാൻ, അതല്ലെങ്കിൽ എന്താണോ നമ്മുടെ മനസ്സിൽ ആവശ്യം അത് ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഏതൊരു പ്രാർത്ഥനയും നമുക്ക് പാഴാവില്ല, റബ്ബിന്റെ അടുക്കലുണ്ട്. പ്രാർത്ഥിക്കുന്നതാറ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ നമ്മുടെ സ്ഥാനം വർദ്ധിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിന് നമ്മളോട് കോപം. പ്രാർത്ഥിക്കുന്നതാറ് അള്ളാഹുവിന് നമ്മോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയാണ്. അതിന് ഉത്തരം നൽകാൻ നീട്ടുമ്പം അള്ളാഹു വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി തരാം. അപ്പൊ അതൊക്കെ നമുക്ക് അഫ്ളൽ ഏറ്റവും നല്ലതാണത്. അപ്പൊ ഉത്തരം നൽകാൻ വൈകിയാൽ നമ്മൾ എന്താണ് അങ്ങനെ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, പ്രതീക്ഷയോട് നമ്മൾ മുന്നേറാം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നേരം നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കും വിനയാനിതനായിട്ട്. അപ്പോഴൊക്കെ നമുക്ക് അഫ്ളൽ ഏറ്റവും നല്ലതാണത്. പിന്നെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു 3 രൂപത്തിൽ ഉത്തരം നൽകുക നമുക്കറിയാം അല്ലെ. അപ്പൊ ഒരിക്കലും പ്രാർത്ഥന നമ്മൾ കൈവിടരുത്. 3 അവസരത്തിൽ ഒഴികെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എന്ത് ജോലി ഇരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. 3 അവസരം ഏതൊക്കെയാണ് പ്രാർത്ഥിക്കാത്ത? ഉറങ്ങുമ്പോ പ്രാർത്ഥിക്കൂല അല്ലെ, ഉറക്കത്തിൽ നമ്മൾ ബോധമില്ലല്ലോ, നമുക്ക് ബോധമില്ല. ബാത്റൂമിൽ നിന്നും പ്രാർത്ഥിക്കില്ല, അബോധാവസ്ഥയിലും പ്രാർത്ഥിക്കൂല. ഈ 3 അവസരം ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സ് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല പല ആയത്തുകളും കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ നമുക്ക് അതിലേക്കാവൂലേ. അതിങ്ങനെ ഈണത്തിൽ നമ്മൾക്ക് ഒരുവിധ ആളൊക്കെ അൽഹംദുലില്ലാഹ് തജ്വീദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ആനന്ദമാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആന്റെ തജ്വീദോട് കൂടി പാരായണം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ആനന്ദം, ഒരു സുഖമാണ് അല്ലെ. അപ്പൊ അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു നമ്മോട് സംസാരിക്കും പോലുള്ള ഒരു അനുഭവമാണ്. അപ്പൊ നമ്മൾ നമ്മളെ ആവശ്യം അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ദൃഷ്ടാന്തങ്ങൾ, നരകത്തെക്കുറിച്ചുള്ള ശിക്ഷകൾ, സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തകളൊക്കെ കാണുമ്പോൾ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഖുർആന്റെ നിയമത്തിൽപ്പെട്ടതാണ്. ഖുർആനിലെ ഏതൊരു ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് അത് വിശ്വാസിന്റെ ഇടയാളാണ് അല്ലെ. പിന്നെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങൾ കാണുമ്പോൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്ന് പറയുമ്പോൾ നമ്മൾ നമസ്കാരത്തിലാണെങ്കിലും മനസ്സിൽ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയൂ അല്ലെ. അതൊക്കെ വിശ്വാസിന്റെ അടയാളങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം നോക്കാം. ഇത് സമാ കുഷിത്വത്ത്, ആകാശം ഒരിച്ചു മറ നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ, ഇതൽ ജഹീം സുഗീറത്ത്, ജ്വലിക്കുന്ന അഗ്നി, നരകം ആളി കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, നരകം ആളി കത്തും അല്ലെ ആ സമയത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെയോ ഇതൽ ജന്നത്ത് ഉസ്ലിഫത്ത്, സ്വർഗം അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ, അമിലത്ത് നഫ്സുമാ അഹ്ലറത്ത്, അപ്പോൾ ഓരോ ആളും താൻ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്തെന്ന് അറിയുന്നതാണ്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ്, എന്നാൽ പിൻവാങ്ങി പോകുന്നവരെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ, അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ. അള്ളാഹുവിന് ഏത് പേര്, എന്തിന്റെ പേരിലും അള്ളാഹുവിന് സത്യം ചെയ്യല്ലേ. നമ്മൾ അള്ളാഹു ആണ് സത്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിന് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഒന്നിന്റെയും പേരിൽ നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. നമ്മൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം സത്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതും അള്ളാഹു ആണ് സത്യം എന്ന് അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെ. മുനാഫിക്കുകളൊക്കെ അനങ്ങി അവർ സത്യം ഇടും, അള്ളാഹു ആണ് സത്യം എന്ന് അല്ലെ. അവർക്ക് ഒരു പേടിയില്ല, അള്ളാഹിനെ പേടിയില്ല, പരലോകത്തെ പേടിയില്ല, നരകത്തിനെ പേടിയില്ല അല്ലെ. സൂറത്ത് പിന്നെ ഇതിൽ കാണാൻ സാധിക്കും, എന്താണ് തൗബയില്. പിന്നെ ഒരു നീല കണ്ണുള്ള പുരുഷൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു. അന്നേരം സ്വഹാബിമാര് കാത്തുനിന്ന്, അങ്ങനെ ആ നീല കണ്ണുള്ള പുരുഷൻ അവരുടെ അടുത്തേക്ക് വന്നപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ പിന്നെ അനുചരന്മാര് ഇങ്ങനെ കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നതിനെ ചോദിച്ചപ്പോ ഉടനെ അയാൾ അള്ളാഹു ആണ് സത്യം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന്. കണ്ടോ, അതാണ് അവർ എന്നിട്ട് പറഞ്ഞതാണ് പ്രവർത്തകർ പിശാചിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ഒരാള്, നീല കണ്ണുള്ള ഒരാള് ഇപ്പൊ വരുന്ന പറഞ്ഞത്. അപ്പൊ തന്നെ ആ നീല കണ്ണുള്ള ആള് വരെയും ചെയ്ത് കള്ളസത്യത്തെ അയാളത് പറയുകയും ചെയ്ത്. അങ്ങനെ അപ്പൊ അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് അല്ലെ, അല്ലെങ്കിൽ ആ കള്ളസത്യടാന്നൊക്കെ. അപ്പൊ നമ്മള് ചിന്തിക്കുക, നമ്മളെ മുനാഫിക്കിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അനിയാ സത്യടാ, കള്ളസത്യടാ, അങ്ങനെയൊക്കെ നമ്മളെ മക്കള് അല്ലെ, ചിലപ്പോ ആ സ്വഭാവം മക്കളിൽ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിൽ നിന്നൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. പിന്നെ അള്ളാഹു പറയുന്നത് വല്ലൈലി ഇദാ ഗസ്ഗസ്, രാത്രി ഇരുട്ടുമായി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ട് സത്യം ചെയ്യുന്നു. വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം വികസിച്ച് വെളിച്ചം വീശി വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്തു പറയുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും ഇത് ഖുർആൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു. ദീ ഖുവ്വത്തിൻ ഇൻദ ദീ അർശി മകീൻ മുത്വാഇൻ സമ്മ അമീൻ, അതെ ശക്തിമാനായുള്ളവൻ, അർഷിന്റെ അഥവാ സിംഹാസനത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ, അവിടെ അനുസരിക്കപ്പെടുന്നവൻ, വിശ്വസ്തൻ, അങ്ങനെയുള്ള ഒരു ദൂതന്റെ വാക്കാണ് അല്ലെ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ ഖുർആനുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരുന്നത്, ഈ വഹ്യുമായിട്ട് അല്ലെ. വമാ സ്വാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ല താനും.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ പ്രവാചകന്മാർക്കും കേട്ടിട്ടുണ്ട് ഭ്രാന്തനെന്നും അതേപോലെ തന്നെ സാഹിർ എന്നും ഒക്കെ അല്ലെ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈ ദീന് പ്രബോധനം ചെയ്യുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പോ തിന്മ വിരോധിക്കുമ്പോ ചിലപ്പോ നമുക്കും കേൾക്കേണ്ടി വരും, പിന്നെ നമുക്ക് എന്തോ തകരാറുണ്ടോന്ന്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ പറയുക, പ്രവാചകന്മാരെ കുറിച്ചിട്ട് ഇതിനെക്കാട്ടും വലുത് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അവര് ക്ഷമിച്ച് സ്വർഗം നേടിയില്ലേ അല്ലെ. പ്രവാചകന്മാരുടെ പാത പിൻപറ്റേണ്ടവരാണല്ലോ നമ്മൾ. അപ്പൊ നമ്മളിങ്ങനെ ഒരു പരിഹാസവും നമുക്ക് കിട്ടരുത്, വെറും നല്ല വാക്ക് മാത്രം കിട്ടണം നമ്മൾ ചിന്തിക്കരുത്. അതും അതിന്റെ അപ്പുറമൊക്കെ പറയും, നന്മ കൽപ്പിക്കുമ്പോൾ, സത്യം ഒരാളോട് തുറന്ന് പറയുമ്പോൾ നമുക്ക് അത് വേണ്ടത് അള്ളാഹു നമ്മുടെ കൂട്ടിനുണ്ട് എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അള്ളാഹു കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ബേജാറാവേണ്ട ആവശ്യം, ഒത്തിരി ബേജാറും ടെൻഷനും ആവേണ്ട. റബ്ബ് നമ്മുടെ കൂട്ടിനുണ്ട്. പിന്നീട് ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും അല്ലെ. അതാണ് അത്ഭുതം. ജനങ്ങൾ നമ്മളെ കുറ്റം പറയുന്ന ജനങ്ങൾ തന്നെ പിന്നീട് നമ്മൾ അംഗീകരിക്കും. എന്ത് സംശയം വരുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളോടായിരിക്കും അവർ ചോദിക്കുക. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും അള്ളാഹു നമ്മിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുകയാണെന്ന്. അപ്പൊ നമ്മൾ സധൈര്യം തുറന്നത്, കാരണം അള്ളാഹിന്റെ പ്രീതിയെ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ ജനങ്ങളുടെ പ്രീതിയല്ല. നമ്മൾ എവിടെയും സത്യം തുറന്നു പറയാൻ നമ്മൾ തയ്യാറാവണം അല്ലെ. അപ്പൊ നമ്മള് പിന്നെ എന്ത് പരിഹാസം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സദസ്സിൽ ഒരു തിന്മ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ തടയണം. ഇനിയിപ്പോ നമ്മൾ തടയാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ പിന്നെ നാവ് കൊണ്ടെങ്കിലും എതിർക്കുക, അതല്ലെങ്കിൽ നമ്മളെ മനസ്സുകൊണ്ടെങ്കിലും അല്ലെ. കൈകൊണ്ട് തടഞ്ഞില്ലേ, നാവ് കൊണ്ടില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കാത്തവന് ഈമാന്റെ ആ ഒരു ഇത് ഇല്ലാന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് അങ്ങനെ ഉണ്ടോ? നമ്മൾ നല്ലൊരു പാട്ട് കച്ചേരിയും ഭയങ്കരമായിട്ടുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നല്ല ഉഷാറിലായി പങ്കെടുക്കൂലേ, അതിന് ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറുണ്ടോ? ഇനിയിപ്പോ അതിന് ഇറങ്ങി വന്നിട്ടില്ല, നിവൃത്തില്ലാതെ സ്വന്തത്തിലുള്ള കല്യാണം വിചാരിച്ച് കൂടിയാലും വേദനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നതല്ലോ. നല്ല സന്തോഷത്തിൽ പാട്ടും വേണ്ടി രസിച്ചിരിക്കൂലേ. നമ്മൾ മാറണം സഹോദരിമാരെ, ഒരുപാട് മാറണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, പ്രബോധനം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ ജീവിതത്തിൽ അതില്ലെങ്കിൽ പോയില്ലേ. നമ്മൾ മാറണം, ഒരുപാട് ഇനിയും നമ്മൾ മാറാനുണ്ട്. കാരണം ഇപ്പൊ കുടുംബമേളകൾ എവിടെ നടക്കുകയാണെങ്കിലും മ്യൂസിക് ഇല്ലാത്ത കുടുംബമേളകൾ കുറവാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം, മാറി നിൽക്കണം. അപ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ശരി ഇങ്ങനെ ഉണ്ട് അല്ലെ, മ്യൂസിക് ഉണ്ടാവുമ്പോൾ അതിൽ പാടില്ല, മ്യൂസിക് ഇല്ലാത്ത കുടുംബമേള അപ്പൊ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ആളുകൾ ചിന്തിക്കണം. കുടുംബമേള നല്ലൊരു കാര്യമല്ലേ. പല കുട്ടികളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുക, കുടുംബക്കാരെ ഒത്തുചേരി അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി വൈഭവല്ലേ ഈ കുടുംബം എന്ന് പറയുന്നത്. യാ യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. എന്താണ് ആയത്തിലെ സൂറത്ത് നിസായിലെ ഫസ്റ്റത്തെ ആയത്ത്? നിങ്ങളെ ഒരേ ഒരു ആണിൽ നിന്ന്, ഒരേ ഒരു ആത്മാവിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ച് അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചവരാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക അല്ലെ. ഏതൊരു അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ ആ കുടുംബ ബന്ധം ഭയങ്കര അല്ലെ. ആ കുടുംബം നമ്മൾ കൂടുമ്പോഴുള്ള സന്തോഷം, നമ്മൾ ഇണകളായിട്ട് ജീവിക്കുമ്പോഴുള്ള സന്തോഷം, മക്കളുമായിട്ട് ജീവിക്കുമ്പോഴുള്ള സന്തോഷം, വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് ഈ കുടുംബം അല്ലെ. നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഒരു സന്തോഷമില്ല, ഒരു ജീവിതമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അല്ലെ. ഒറ്റക്ക് ജീവിക്കുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമാണ്. അവരുടെ കാര്യം അന്വേഷിക്കാൻ ആരുമില്ല, അവർക്ക് ആകെ ഒരു കുട്ടീൻ്റെ നായി മാത്രമാണുള്ളത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കൂല അല്ലെ. നമ്മളടുത്തൊക്കെ അങ്ങനെയുണ്ട്, സ്ത്രീകളുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ചിന്തിക്കും പഠിച്ചോനെ, നമ്മളെ കാര്യം അന്വേഷിച്ച് നമുക്ക് ഫോൺ വിളിക്കാൻ എത്ര ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിൽപ്പെട്ടവര്, നമ്മളെ ഫ്രണ്ട്സ് ആവട്ടെ, ഇവർക്ക് ആകെ ഒരു നായി മാത്രമുണ്ട് കുട്ടീന്. അപ്പൊ നമ്മൾ ചിന്തിക്കുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയാണ് സഹോദരിമാരെ. അപ്പൊ നമ്മൾ ഓരോന്നും എണ്ണി പറയണം. മറ്റുള്ളവർക്ക് നമ്മളെക്കാട്ടും ഇല്ലാത്തവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അനുഗ്രഹങ്ങൾ എണ്ണാ തീരില്ല. അല്ലെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അതിനെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഓരോന്നിനും നമ്മൾ അനുഗ്രഹം നന്ദി പറയണം. അപ്പൊ നമ്മൾ ചിന്തിക്കുക ആ കുടുംബ സദസ്സുകളിൽ നമ്മൾ സത്യം തുറന്നു പറയാ അല്ലെ. നമുക്ക് എന്ത് പരിഹാസം കേട്ടാലും അവര് നരകത്തിലെ വിറകായി തീരരുത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാനുള്ള പറഞ്ഞല്ലോ, നമ്മളെ കടമ കഴിഞ്ഞെന്ന് നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് സമാധാനം പറയാലോ. അപ്പൊ വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ ചങ്ങാതി ഒരു നല്ലതാണ്. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, തീർച്ചയായും അദ്ദേഹത്തെ, ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അപ്പൊ അള്ളാഹുവിന്റെ റസൂലി ജിബ്രീൽ അലൈഹിസ്സലാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. 600 ചിറകുകളോട് കൂടിയിട്ട് സൂറത്ത് നജ്മിൽ നമുക്ക് കാണാം അല്ലെ. 600 ചിറകുകളോട് കൂടിയിട്ട് ചക്രവാളം മുഴുവൻ മൂടുന്നതായിരുന്നു അതിന്റെ രൂപം. സുബ്ഹാനല്ലാഹ്. ഒരു മലക്കിന്റെ വലിപ്പം തന്നെ അത്ര ഉണ്ടെങ്കിൽ ആകാശത്തിൽ കോടാനുകോടി മലക്കുകൾ എത്ര ആയിരിക്കൂലേ അതിന്റെ വലിപ്പം വിശാലതയൊക്കെ. ബൈത്തുൽ മഅമൂർ അല്ലെ, അതില് തവാഫ് ചെയ്യുന്ന, അതില് പ്രദക്ഷിണം വെക്കുന്ന ആ മലക്കുകള് ലോകാവസാനം വരെ ഒരിക്കൽ വന്ന മലക്കുകളല്ലല്ലോ പിന്നെ വരുന്നത്. അപ്പൊ എത്രയായിരിക്കും അള്ളാഹു സൃഷ്ടിച്ച മലക്കുകൾ, ആകാശത്തിന്റെ ഒക്കെ വിശാലത പഠിച്ചവന്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനുഷ്യൻ എത്ര നിസ്സാരനാണല്ലേ. മനുഷ്യനെ അഹങ്കരിക്കാൻ ഒരു പവറും ഇല്ല.
എല്ലാം നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. മനുഷ്യൻ നിസ്സാരനാണ്. അപ്പൊ നമുക്ക് എന്തൊന്ന് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു നൽകിയതാണ് അല്ലെ. അള്ളാഹുവിനെ സ്തുതിക്കുക, പുകഴ്ത്താ, വാഴ്ത്താല് വിനയാന്വിതനാവുക. നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ വിനയാന്വിതനാവുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സ് ഒരു റിയായിൽ പെട്ടു പോവാതിരിക്കാൻ, അഹങ്കാരത്തിൽ പെട്ടു പോവാതിരിക്കാൻ. നമ്മൾ എത്ര വലിയ ഉദ്യോഗം നേടിയാലും, നമ്മളെ മക്കള് വലിയ ഉദ്യോഗം നേടിയാലും മക്കളോടും പറഞ്ഞു കൊടുക്കുക ഒരു റിയാ. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു അഹങ്കാരം വന്നു പോവാണ്ടിരിക്കാൻ. ഇവരൊക്കെ എന്നെക്കാട്ടൊരു ചെറുത് എന്നുള്ളൊരു ചിന്ത വന്നാൽ പോയില്ലല്ലേ. പിശാച് അവന്റെ അടുക്കലുണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു കണ്ടപ്പല്ലേ ഒരു റസൂല് പറഞ്ഞു അവന്റെ അടുക്കൽ പിശാച് ഉണ്ടെന്ന്, ഒരാളെ അടുക്കൽ. കാരണം എന്താണെന്നറിയോ, അവൻ എല്ലാരെക്കാട്ടും കുറച്ച് നല്ല ഡ്രസ്സൊക്കെ വെച്ച് നല്ലൊരു ഇതിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവന്റെ മനസ്സിൽ തോന്നി ഞാൻ എല്ലാരെക്കാട്ടും നല്ല ഉഷാർ, ഞാൻ വിലമാതിരി ഒന്നും എല്ലാന്ന് അവർക്ക് തോന്നിപ്പോയി. അതാണ്. അപ്പൊ അത്ര പോലും നമുക്ക് തോന്നാൻ പാടില്ല. അത്രയും നമ്മൾ സൂക്ഷിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലെ, അതൊക്കെ വന്നു പോലും നമുക്ക് നമ്മൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ സദാ സമയത്തും. പിന്നെ വമാഹുവ അലൽ ഗൈബി ബിളനീൻ, അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെ പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല അല്ലെ. അള്ളാഹുവിന്റെ റസൂല് അദൃശ്യ വാർത്ത കേൾക്കുന്നത് മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നു ആ റസൂല്. വമാഹുവ ബി ഖൗലിൻ ശൈത്വാനിർ റജീം, അത് ഈ ഖുർആന് ആട്ടപ്പെട്ട ശപിക്കപ്പെട്ട പല്ല പിശാചിന്റെ വാക്കും അല്ല അല്ലെ. പിശാചിന്റെ വാക്കേ അല്ല അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് വന്നില്ലേ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥം. അത് അല്പാൽപമായിട്ട് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിച്ചതാണ് ഈ വിശുദ്ധ ഖുർആന് അല്ലെ. ഈ ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ സമാധാനവും വഴികാട്ടിയും. ഈ ഖുർആൻ നമ്മൾ മുറുകെ നെഞ്ചോട് ചേർക്കുന്നിടത്തോളം നമുക്ക് ഒരു പ്രയാസവുമില്ല. എല്ലാ പ്രതിസന്ധിയിലും അള്ളാഹു പരിഹാരം ഈ ഖുർആനിലൂടെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ തന്നെ ഒന്ന് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഖുർആനൊന്ന് മറിച്ചു നോക്കിയാൽ നമ്മുടെ ആ ഒരു മനസ്സിലെ പ്രയാസത്തിനനുസരിച്ചുള്ള ഉത്തരം ചിലപ്പോൾ ഖുർആനിൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ ആ ചിന്തയിൽ എടുക്കുമ്പോഴല്ല വേറെ എന്തെങ്കിലും നമ്മൾ ഇതായിട്ടിരിക്കുമ്പോൾ ഖുർആനൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരിച്ചാലല്ല, നമ്മൾ അപ്രതീക്ഷമായിട്ട് ചിലപ്പോൾ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്തയും ഖുർആനിലായിട്ട് യോജിച്ച് വരെ എത്ര സന്ദർഭങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ശരിക്കും എനിക്കുണ്ടായ ഒരു അത്ഭുതം ഞാൻ പറയാം. ഞാൻ എം അക്ബറും അതേപോലെ തന്നെ ഒരു പിന്നെ ക്രിസ്ത്യൻ പാതിരിയും സംവാദം നടത്തിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ഫുള്ള് കേട്ട് പഠിച്ചവനെ എത്ര വലിയ സത്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ടും അവർക്ക് ആ ഒരു ഹിദായത്ത് കൊണ്ട് കിട്ടണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ എടുത്ത് ഇങ്ങനെ വെറുതെ ഓതാനൊരു കൂതി. അങ്ങനെ എടുത്തപ്പോ തന്നെ ഫസ്റ്റ് തന്നെ ആയത്ത് കാണുന്നത് ഇതാണ്. ഈ ഈസാ നബീനെ പറ്റിയിട്ട് ഇവര് പറഞ്ഞതും ഈസാ അള്ളാഹുവിന്റെ പിന്നെ ദൂതൻ മാത്രമാണ്, റസൂല് മാത്രമാണ്, ദൈവമല്ല എന്നൊക്കെയുള്ള ആ ഒരു ആയത്താ ഫസ്റ്റ് എനിക്ക് കാണാൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്, കണ്ണീരൊഴുകിപ്പോയി. കാരണം നോക്കി ഖുർആനിൽ എത്രമാത്രം ആയത്തുകളുണ്ട്. ഇന്നത്തെ ഖുർആൻ ഫസ്റ്റ് മറിച്ചപ്പോ തന്നെ ഈ ആയത്ത് കൺമുന്നിൽ അള്ളാഹു ഇടണമെങ്കിൽ നമ്മൾ അതിന് മുഴുകിയോണ്ട് അള്ളാഹു അത് നമ്മൾ ആ ഒരു എന്തൊരു അവസ്ഥയിലാണോ നമ്മൾ അത് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഒരു അടയാളല്ലേ അല്ലെ. ശരിക്കും ആ ആയത്തുകൾ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് ഇട്ട് അങ്ങനെ എത്ര സന്ദർഭങ്ങൾ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ഒരു വഴികാട്ടിയാണ് നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും അല്ലെ. നമ്മൾ എന്തൊരു പ്രതിസന്ധിയിലാണെങ്കിലും പ്രശ്നങ്ങൾക്ക് നമുക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു തരണമെങ്കിൽ വിശുദ്ധ ഖുർആനും അതിന്റെ ആ റസൂലിന്റെ ചരിയും നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അതിനെ നല്ല നിഷ്പ്രയാസ തരണം ചെയ്യാനുള്ള ഒരു ഈമാന്റെ ശക്തി മനസ്സിന് അള്ളാഹു നമുക്ക് നൽകും അല്ലെ. പിന്നെ അയിന തദ്ഹബൂൻ, അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഇൻഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, അത് ലോകർക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശമല്ലാതെ മറ്റൊന്നുമല്ല. ലിമൻ ഷാഅ മിൻകും അൻ യസ്തഖീം, അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിന് നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല താനും അല്ലേ. അപ്പോൾ അള്ളാഹു ഈ സൂറത്തുകളൊക്കെ സൂറത്തിൽ ഇൻഫിതാറും അതേപോലെ തന്നെ സൂറത്ത് തക്വീറും ഒക്കെ ഖിയാമത്തിന്റേതായ ആ ഒരു സംഭവങ്ങൾ പറയുന്ന സൂറത്തുകൾ. അതൊക്കെ നമ്മൾ എപ്പോ ഖുർആൻ ഓതാണെങ്കിലും നമ്മൾ അർത്ഥം കൂടി എടുത്തു വെച്ച് എന്താണ് ഇത് പിന്നെന്താ പറയാ തഫ്സീറും കൂടി എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മുടെ മനസ്സിലേക്ക് കടക്കും. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ കുടുംബത്തിൽ ഈ ഖുർആൻ അർത്ഥം തജ്വീദും എടുത്ത് വായിക്കാൻ തുടങ്ങിയാല് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, കുടുംബ സദസ്സിൽ കൂടെ കൂടുമ്പോൾ 5 മിനിറ്റ് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലെ. നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു ഗുണകാംക്ഷയാവാൻ, നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഒരു ഭാര്യ ഒരു ഗുണകാംക്ഷയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു മകള് ആരെങ്കിലും ഒരു ഗുണകാംക്ഷ ഉണ്ടെങ്കിലില്ലേ, ബാക്കിയുള്ളവരും കൂടി തെറ്റ് ചെയ്യുമ്പോൾ ഈ തെറ്റിനെ തിരുത്താൻ ഈ ഗുണകാംക്ഷ മതി. അപ്പൊ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ഗുണകാംക്ഷ എല്ലാ കുടുംബത്തിലും ആവശ്യമാണ് അല്ലെ. ആദമിന്റെ മക്കള് 2 മക്കളിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവസാനം ഒരാളെ കൊലപ്പെടുത്തിയപ്പോൾ അവൻ നഷ്ടബോധത്താൽ കൈമലർത്തി. ഗുണകാംക്ഷയായ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടല്ലോ, ഇനി ആര് നന്മ പറഞ്ഞു തരൂന്നില്ലേ. അപ്പൊ അത് ആ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടപ്പോൾ വേദന അയാൾ അറിഞ്ഞ്. നമ്മളെ കുടുംബത്തിലും നമ്മളൊരു ഗുണകാംക്ഷി മരിക്കുമ്പോൾ അവര് വേദനിക്കും അല്ലെ. ഒരു ഗുണകാംക്ഷി നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോൾ പാടില്ല എന്ന് പറയാനൊരു ഗുണകാംക്ഷി അല്ലെ. അപ്പൊ അങ്ങനെ ആവണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ പറഞ്ഞാൽ ഇവർക്കൊന്നും ഇഷ്ടപ്പെടൂല, ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ഇവര് പരിഹസിക്കുമ്പോ ഇതേ പറയാനുള്ളൂ എന്ന് വിചാരിച്ചു ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ പറയാം നല്ല രൂപത്തിൽ അല്ലെ, സ്നേഹത്തില്. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ?
നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ പ്രയാസം ഉണ്ടാക്കരുത് എന്ന് മതം ലാളിത്യമാണ് മതം പറയുന്നത്. അപ്പൊ നമ്മൾ എളുപ്പത്തെ നമ്മളിങ്ങനെ സദാസമയവും ഗൗരവത്തിൽ ഘനീഭവിക്കപ്പെട്ട മുഖഭാവം, അതേപോലെ തന്നെ മറ്റുള്ളവർ അടുപ്പം കാണിക്കുവാൻ മടിക്കുന്ന കടുപ്പമുള്ള വ്യക്തിത്വം, ഇതൊന്നും ഒരു സത്യവിശ്വാസിക്ക് പറ്റിയതല്ല. സത്യവിശ്വാസി ഇണങ്ങാൻ പറ്റുന്നവനായിരിക്കണം. ഇണങ്ങാൻ പറ്റുന്നവനിലേ നന്മയുള്ളൂ എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇണങ്ങാൻ പറ്റുന്ന വാക്കുകളാണ് നമ്മളെടുത്തുനിന്ന് ഉണ്ടാവേണ്ടത്, മക്കൾക്കും ഇണകൾക്കും ഒക്കെ. പിന്നെ അതേപോലെ തന്നെ റസൂലിനോട് തന്നെ അള്ളാഹു പറഞ്ഞില്ലേ നമുക്ക് നീ ഒരു കഠിന സ്വഭാവിയും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു അല്ലെ. അപ്പൊ റസൂലിന്റെ ആ ഒരു പിന്നെ സൽസ്വഭാവം, റസൂലിന്റെ ആ ഒരു സൽസ്വഭാവം മുഖേന ആളുകൾ ആകർഷിക്കപ്പെട്ട ദീനിലേക്ക് എത്ര ജനങ്ങൾ അവിശ്വാസികൾ പോലും റസൂലിന്റെ സ്വഭാവത്തെ പുകഴ്ത്തുന്ന ഖുർആൻ വരെ സർട്ടിഫിക്കറ്റ് നൽകിയില്ലേ. സൂറത്ത് കലമിൽ നമുക്ക് കാണാം, പിന്നെ ഖുർആൻ വരെ സർട്ടിഫിക്കറ്റ് നൽകി താങ്കൾ മഹത്തായ ഒരു സ്വഭാവത്തിലാണെന്ന് അല്ലെ. ഏതാണ് ആയത്ത്? ഏതാണ്? കലമില്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോഴൊക്കെ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം, സുബ്ഹാനല്ലാഹ് അള്ളാഹു നമുക്ക് തെറ്റല്ലേ ആ ഒരു സ്വഭാവം പഠിച്ചത് നമുക്ക് കിട്ടൂല. എന്നാലും കുറെയൊക്കെ അതിന്റെ അടുത്തെങ്കിലും എത്താനും നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് കിട്ടൂല ആ സ്വഭാവം. അത്രയും മഹത്വമേറിയ സ്വഭാവത്തിലാണ് അള്ളാന്റെ പ്രവാചകനുള്ളത്. ആ സ്വഭാവത്തിന്റെ അടുത്തെങ്കിലും എത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് കുറെ ഖുർആൻ ക്ലാസ്സുകൾ കൊണ്ട് ഖുർആന്റെ പഠനം കൊണ്ട് മാറ്റം വന്ന് പണ്ടത്തെ അതേ സ്വഭാവേ അല്ല നമുക്കിപ്പോൾ. പണ്ട് നമുക്ക് പല പല വീഴ്ചകളും നമുക്ക് പറ്റുമായിരുന്നു, കുറെ അബദ്ധത്തിൽ ചെന്ന് ചാടുമായിരുന്നു, കുറെ നമുക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ അല്ലെ. പിന്നെ ഇടകളോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റത്തിലൊക്കെ നമുക്ക് ഖുർആൻ പഠിക്കുന്നതാറ് അള്ളാഹു. പിന്നെ പഠനം മാത്രമല്ല നമ്മളെ പ്രാർത്ഥന, നമ്മൾ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവ് ഒരു പരിഗണനയും നൽകില്ല അല്ലെ. വിക്കും റബ്ബി ലൗലാ ദുആഉക്കും, പ്രാർത്ഥന ഉണ്ടെങ്കിലേ നമ്മളെ പരിഗണിക്കുള്ളൂ. നമ്മുടെ സ്വഭാവം മാറാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. കഅബ കാണുമ്പോൾ നമ്മൾ ആദ്യം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ സ്വഭാവം നന്നാവാനും നമുക്ക് നല്ല ക്ഷമ വരാനും അല്ലെ. റസൂലിന്റെ സ്വഭാവം എത്ര അല്ലെ, ആയിഷ ബീവി പാത്രം ഒടിച്ചിട്ട് പോലും റസൂല് കോപിഷ്ഠനായില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമുക്ക് എത്ര ഇനിയും നമ്മൾ നന്നാവണം. നമുക്ക് ഒരുപാട് മാറ്റം വന്നല്ലോ, അതിൽ നമ്മൾ സന്തോഷിക്കുക അല്ലെ. നമ്മൾ ചിന്തിക്കുക എത്ര സ്വഭാവം ഞാൻ മുന്നത്തേനേക്കാളും മാറ്റം എനിക്ക് വന്ന്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം പിന്നെ കോപം പൈശാചികമാണ് അല്ലെ. ആ കോപം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് പ്രവർത്തിക്കുന്നത് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെയാണോ പറഞ്ഞതെന്ന് തോന്നിപ്പോകും. അപ്പൊ അത് പാടില്ല. മുനാഫിക്കാണ്. കോപിച്ചാല് തമ്മി തെറ്റിയാല് തോന്നിയത് പറയല് മുനാഫിക്കാണ്, മുനാഫിക്കിന്റെ സ്വഭാവം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാടില്ല. നമ്മൾ നല്ലോണം സൂക്ഷ്മത പാലിക്കാം. അങ്ങനെ നമ്മൾ കോപം നിയന്ത്രിക്കുക. കോപിച്ചാൽ നമ്മൾ റസൂല് പറഞ്ഞ മാർഗങ്ങൾ എടുത്താലേ. കോപം പൈശാചികമാണ്, അതിനെ വെള്ളത്തിനെ കൊണ്ട് നമ്മൾ കെടുത്തിക്കളയാം, വുളൂ ചെയ്യാം. അതേപോലെ തന്നെ ആദ്യം ഇരിക്കുക, പിന്നെ കെടുക്കുക. അതിന് മാറിയില്ലെങ്കിൽ, എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ വുളൂ ചെയ്യാം. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം. ഒന്നും നമുക്ക് സമയമില്ല, നമ്മൾ ചെയ്യേണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കോപം വരുമ്പോഴേക്ക് നമ്മൾ വേഗം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാം. അതിന് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ശൈത്താനാണ് ഈ കോപം വരുത്തുന്നത് അല്ലെ. ശൈത്താനിയത്താണ് കോപം. പല കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോപിക്കും. നമ്മൾ മനുഷ്യനല്ല, മനുഷ്യ സഹജമാണല്ലോ കോപം ഒക്കെ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ പ്രാർത്ഥിക്കാം അല്ലെ. അതേപോലെ തന്നെ മറവി അല്ലെ. നമുക്ക് ജീവിതത്തിൽ പല സംഭവങ്ങളും മറക്കാൻ പറ്റാത്തത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇൻസാന് മനുഷ്യന്റെ ആ നസിയ എന്നുള്ള പദത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന പദം അള്ളാഹു എടുത്തിട്ടുള്ളത്. ഇൻസാന് മറക്കുന്നവനാണ് മനുഷ്യന്. ചില സംഭവങ്ങളൊക്കെ മറക്കുന്നത് നമുക്ക് നല്ലതിനാ സഹോദരിമാരെ. ചിലത് നമുക്ക് ഓർത്താൽ എത്ര പ്രയാസമുള്ള സംഗതികൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ പിന്നെ എന്താ പറയാ നമ്മൾ പല പ്രയാസങ്ങളും അനുഭവിച്ചതുണ്ടാവും. അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ താങ്ങാൻ വയ്യാത്ത പരീക്ഷണങ്ങൾ നേരിട്ടതുണ്ടാവും. നമ്മൾ അബദ്ധം പിടഞ്ഞതുണ്ടാവും അല്ലെ. അങ്ങനെ ഒരു സമയം എനിക്ക് ജീവിതത്തിൽ ഇല്ലെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മൾ തോന്നിപ്പോ. പക്ഷെ അതൊക്കെ നമ്മൾ മറക്കും അല്ലെ. മറന്നിട്ട് നമ്മൾ നല്ല പുതിയ ജീവിതത്തിൽ നല്ല ഉണർവിൽ ഉഷാറ് നമ്മൾ നടക്കും. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഈ മറവി അല്ലെ. നമ്മൾ പാശ്ചാത്യക്കുക, നമുക്ക് വന്ന് തെറ്റിൽ പാശ്ചാത്യക്കുക, പിന്നെ അതിന്റെ പേരിൽ അള്ളാഹു നടപടി എടുക്കൂല, നമ്മൾ പാശ്ചാത്യക്കുക. അപ്പൊ നമുക്ക് പാശ്ചാത്താപം, നമുക്ക് മറവി അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ ഖുർആൻ പഠിച്ചത് മറക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആൻ ചില സൂറത്തുകളൊക്കെ നമുക്ക് അൽഹംദുലില്ലാഹ് അടുത്ത ആഴ്ച പിറ്റത്തെ ആഴ്ച നമുക്ക് ഇവിടെ ഖുർആന്റെ പഠന മത്സരമാണ്. അറിയുന്ന ആളുകളൊക്കെ ഖുർആൻ ആ ഒരു പിന്നെ അവനാണ് അറിയുന്ന ആ സൂറത്ത് ഹിഫ്ലാക്കിയത് ഓതി തരും. അതിന് നമ്മൾ ഫസ്റ്റും സെക്കൻഡും സമ്മാനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അയൽപ്പക്കത്തുള്ള ചെറിയ ചെറിയ അറിവുള്ള പെണ്ണുങ്ങൾ പോലും വന്നിട്ട് ധൈര്യത്തിൽ അവർ ഓതി തരും. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞ എന്തിനാ പേടിക്കുന്നത്, ഓരോരുത്തരും വലിയ വലിയ ബക്കറയും മറ്റേ ആലി ഇമ്രാനൊക്കെ ഓതുന്ന സദസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെറിയ സൂറത്തുകളല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, അറിയുന്ന നിങ്ങൾ ഓതി തന്നാളിന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ധൈര്യത്തിൽ കൈ നിൽക്കണ കൈ പൊന്തിച്ച് നമ്മൾ ഓതിച്ച് അറിയുന്ന ഞാൻ ഓതും. ഞാൻ അതിന്റെ തജ്വീദൊക്കെ ഏകദേശം ഒന്ന് നന്നാക്കിയിട്ട് ഞാൻ വരും. ഞാൻ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണിത്, അള്ളാന്റെ മുന്നിൽ നമുക്ക് നിസ്കാരത്തിൽ നമുക്ക് തെറ്റാണ്ട് ഓതാൻ വേണ്ടിയിട്ട്. ടീച്ചർ ഈ ഓത്ത് നമുക്ക് ശരിയാക്കി തരും. ടീച്ചർ
വന്നിട്ട് ഓത്ത് ശരിയാക്കി തരുമ്പോൾ എവിടെക്കാണ് വള്ളിപുള്ളി തെറ്റിയത്, എവിടെക്കാണ് തൊണ്ടയുന്ന അക്ഷരങ്ങൾ ശരിയാക്കാളെന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അള്ളാന്റെ മുന്നിൽ നമസ്കാരത്തിൽ ഒരു ആയത്താണെങ്കിലും ആ ആയത്ത് അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിൽ ഓതാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടായി മത്സരം. ആ നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കുട്ടികളും വലിയവരൊക്കെ പേര് വന്നിട്ട് അൽഹംദുലില്ലാ നല്ല ഉഷാറായിട്ട് മത്സരം നടത്താനും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ദുആ ചെയ്യും. അപ്പൊ ഇതാണ് അപ്പൊ നമുക്ക് നമ്മുടെ കോപം നമ്മൾ നിയന്ത്രിക്കണം. ഖുർആൻ കൊണ്ട് നമുക്ക് മഹത്തായ സ്വഭാവം നമുക്ക് വരണം. പിന്നെ അതേപോലെ തന്നെ നന്മ നിറഞ്ഞ വാക്കുകൾ നന്മ നിറഞ്ഞ വാക്കുകൾ മനസ്സിന് കുളിർമ നൽകുമെന്നത് തീർച്ചയാണ് അല്ലെ. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ നന്മ നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ അവരെ പറ്റി പ്രോത്സാഹിപ്പിക്കുക, മക്കളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നല്ലതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മളതല്ല, നമ്മൾ അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിട്ട് പ്രോത്സാഹിപ്പിക്കൂല, മുണ്ടൂല്ല. ചെയ്യാത്തത് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഇന്നലെ ഞാനൊരു വീഡിയോ കാണാൻ സാധിച്ചപ്പോൾ അതിൽ പറയും വീട്ടുകാരിന്റെ എന്താണ് കുറ്റം പറയും, പഠിക്കുന്നില്ല അതേ ഇതെന്ന് പറഞ്ഞിട്ട് കുറ്റം പറയും. ഞാൻ ഈ മയക്കുമരുന്നിന് അടിമപ്പെടാനുള്ള കാര്യം അത് തന്നെയാണെന്ന്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാം. കൗമാരപ്രായമുള്ള മക്കളെ പ്രത്യേകിച്ചു നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവരിലുള്ള നന്മ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരിലുള്ള നന്മ നമ്മൾ നല്ലോണം പറയാൻ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കുറച്ച് തെറ്റിച്ച് പറഞ്ഞേച്ച് പ്രശ്നമൊന്നുമില്ല, അത് പറയാം. മുണ്ടാ ടീച്ചർ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ അല്ലെ, അങ്ങനത്തെ ക്ലാസ്സുകൾ കൗൺസിലിംഗ് ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടില്ലേ. എന്നിട്ട് അവരുടെ തിന്മ ലേശൊക്കെ നമ്മൾ മൂടി വെക്കാം, കുറച്ച് നമ്മൾ കണ്ടിമ്പാ അത് കണ്ടില്ലാന്ന് നടിക്കാം. അപ്പൊ അവര് ഇപ്പോഴത്തെ മക്കള് ജവഹർ മുനവർ സാർ പറയുന്നത് എന്താണെന്നറിയോ, പ്രൊഫസർ ഫറൂഖ് കോളേജില് ഒരു കുട്ടി നന്നാവണമെങ്കിൽ 3-4 കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു പഠിച്ചവനെ ഏതാണ് ഇരിക്കും മാഷ് പറയാൻ പോണത്. അപ്പം മാഷ് പറഞ്ഞ എന്താണെന്നറിയോ, നീ നല്ലവനാണെന്ന് ഉറക്കെ പറയുക. ആര്? കുട്ടീന്റെ അമ്മ പറയണം, കുട്ടീന്റെ ഇപ്പ പറയണം, ബാക്കിയുള്ളവർ പറയണം. നീ നല്ലവനാണെന്ന് ഉറക്കെ പറയണം, എന്നാലേ കുട്ടി നന്നാവുള്ളൂ. കുട്ടി മോശമാണ്, കുട്ടി ഭയങ്കര അപകർഷതാബോധമാണ്, കുട്ടി ആരോടും മിണ്ടൂല, ഒരു മൂലക്കലാണ്, അങ്ങനെ പറഞ്ഞ കുട്ടി അങ്ങനെ തന്നെ ആയിപ്പോ. നമ്മളെ കുട്ടികൾ ഉഷാറാണെന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവരാം, അപ്പോഴേ കുട്ടി നന്നാവുള്ളൂ. അത് കുട്ടി പഠിക്കേണ്ട, കുട്ടീനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളെല്ലാത്തിനും ചീത്ത പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടും പണ്ടത്തെ കുട്ടികളായിരുന്നു അങ്ങനെ നന്നാവില്ല. ഇപ്പൊ കാലം മാറി. പണ്ട് കുട്ടികൾ 2 അടിയടിച്ച കുട്ടികൾ നന്നാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ശ്രദ്ധിക്കുക മക്കളെ, നമ്മളെ മക്കളെ അടിച്ച് നന്നാക്കാൻ കഴിയില്ല. നമ്മൾ നല്ല പ്രോത്സാഹനം, അത് വിചാരിച്ചിട്ട് ഒന്നിനും അടിക്കേണ്ട, ഗുണദോഷിക്കേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മളെ പെരുമാറ്റം വളരെ ക്രൂരമാണ്. നമ്മൾ നന്മയെ പുകഴ്ത്തും. എന്റെ ഇവിടുത്തെ മക്കളെ തന്നെ പേരക്കുട്ടികളെ ശരിക്കും ഞാനും എന്റെ മോളും ചീത്ത പറയുമ്പോഴൊക്കെ കുട്ടികൾക്ക് അധികമാവാ ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് കുട്ടികളൊന്ന് സ്നേഹിച്ച് ഒന്ന് പൊന്നാഴ്ച കേട്ടിക്കൊണ്ടിരുമ്പോൾ അവർക്ക് നല്ല സ്വഭാവം അനുസരണി. സുബ്ഹാനല്ലാഹ്, നമുക്ക് അതിനുള്ള ക്ഷമ കിട്ടണ്ടേ. അള്ളാഹു തരട്ടെ. ക്ഷമ വേണം എല്ലാ മേഖലയിലും. അതിന് ക്ഷമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അള്ളാഹു ഖുർആനിൽ സൂറത്ത് നഹ്ലായത് സൂറത്തായിരുന്നു. ക്ഷമ കൊണ്ട് അനുഗ്രഹം നൽകപ്പെട്ടവർക്കല്ലാതെ ഇത് ഒരാള് തെറ്റ് ചെയ്തിക്കണമെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ അള്ളാഹു ക്ഷമ എന്നുള്ള ഒരു അനുഗ്രഹം നൽകപ്പെട്ടവർക്ക് അത് കിട്ടുള്ളൂ എന്നാ പറഞ്ഞത് അല്ലെ. ഇങ്ങോട്ട് ചിരിക്കാത്തവരോടെ അങ്ങോട്ട് ചിരിക്കണമെങ്കിൽ ആ ഒരു ക്ഷമ എന്നുള്ള ഒരു സ്വഭാവ മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമുക്ക് എത്രയാ അള്ളാഹു പ്രതിഫലം വാരിക്കോരി ചൊരിഞ്ഞു തരാം. അപ്പൊ ചില കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കല് നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്നത് വമ്പിച്ച പ്രവർത്തനമായിട്ട് അള്ളാന്റെ അടുക്കൽ എത്തും. ഇങ്ങനെയുള്ള സംഗതികളായിരിക്കും. നമ്മളോട് ചുറ്റാത്ത വ്യക്തിനെ നമ്മൾ ചുറ്റി നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്യും. അത് അള്ളാന്റെ അടുക്കൽ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ നമ്മൾ ചെറുതായിട്ട് ചെയ്ത, പക്ഷെ നമ്മളെ മനസ്സിന്റെ വലിപ്പം അപ്പൊ വലുതന്നെയാണല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ. അതേപോലെ ചിലത് നമ്മൾ പർവ്വത സമാനം ചെയ്തിട്ടുണ്ടാവും, അള്ളാന്റെ അടുക്കൽ അത് റീച്ചന്റെ അത്ര പോലെ എത്തിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ട്. കാരണം റിയാവ് മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നമ്മൾ ചെയ്തത് അല്ലെ. ചില നിക്കാഹ് സദസ്സുകൾ, കല്യാണ സദസ്സുകളൊക്കെ നമ്മൾ കാണില്ലേ, പൈശാചികമായിട്ട് തോന്നിപ്പോകും. ആ പാട്ട് കച്ചേരിയും സദസ്സും ഡാൻസും പാട്ടും കൂത്തും. എന്നിട്ടോ അല്ലെ നമ്മൾ കൊടുത്ത ആ വലീമത്ത്, ഇതൊക്കെ അള്ളാന്റെ അടുക്കൽ വെറും ഈച്ചന്റെ അത്ര പോലെ എത്തിയിട്ടുണ്ടാവില്ല. കാരണം ആ വലീമത്തൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയില്ല. ഇങ്ങനെ ഒരു പൈശാചികമായിട്ടുള്ള സദസ്സ് സംഘടിപ്പിച്ചിട്ട് ഓരോരുത്തരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് കാണാം. റഹ്മാനെ റബ്ബെ, ആണും പെണ്ണും തുള്ളുന്നതും കല്യാണ സദസ്സിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുക, അതിൻ്റെതായ പോസ്റ്റുകൾ ഇട്ട് കൊടുക്കുക. ഒരിക്കപ്പം എന്താ പറയാ, ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ ഉടനെ നമ്മളെ പോസ്റ്റർ അവിടെ വേണം. സംഗീതം ഹറാമാണെന്നുള്ളതും അതേപോലെ തന്നെ ഉത്ബോധനം വിശ്വാസിക്ക് ഗുണം ചെയ്യുന്നുള്ള പോസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു വിവാഹ പാർട്ടിയിൽ ഒരു പെണ്ണ് ആണും പല പൊസിഷനിൽ നിൽക്കുന്നത് മ്യൂസിക്കും സംഗീതമായിട്ട് ഇങ്ങനെ ഇട്ടിക്കണേ. ഞാൻ ഉടനെ ഇട്ടെടുത്ത് മ്യൂസിക് ഹറാമാണ്, പാട്ട് ഹലാലാണ്, ഉത്ബോധന വിശ്വാസിക്ക് ഗുണം ഇട്ടു കൊടുത്തപ്പോ അവരെ ഉടനെ അത് ഡിലീറ്റ് ചെയ്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾ ഇത് കാണല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഗുണം ഉണ്ടായോ? കേൾക്കണില്ലേ? അതുകൊണ്ട് ഗുണം ഉണ്ടാവും. അപ്പൊ അൽഹംദുലില്ലാ, ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾ ഇത് കാണാണ് എങ്ങനെ ഒരു സംഭവം. അപ്പൊ ആ സ്ത്രീ അതിന്ന് പിൻവലിഞ്ഞ് എന്നിട്ട് ഒരു ഇതും കൂടി ഇട്ടെടുത്ത് ഒരു ബാല്യക്കാരൻ ചെക്കൻ ഇങ്ങനെ പറയും, എന്ത് സ്റ്റൈലാ അവന് പറയുന്നത്, മൊബൈൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇതിന്ന് തന്നെ മ്യൂസിക്കുകൾ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മുടെ കബറിലേക്ക് അദാബ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലാണ് ആ കുട്ടി പറയുന്നത്, പക്ഷെ അത് നമുക്ക് മനസ്സിലാവും. അദാബ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട്. അപ്പൊ ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ അദാബുകൾ നമ്മളെ കബറിലേക്ക് കൊണ്ടുപോകുന്നത്? അങ്ങനത്തെ ഒന്നും നമ്മൾ ഫോർവേഡ് ചെയ്യരുതെന്ന്. അത് കേൾക്കുമ്പോൾ വേറെ ഒരാൾ ഫോർവേഡ് ചെയ്യില്ലേ, അതൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനൊക്കെ ശിക്ഷ നമുക്കല്ലേ വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക, നമ്മളും കാണാണ്ടിരിക്കുക, കേൾക്കാണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ ഉത്ബോധനം കൊടുക്കും. നമ്മളിങ്ങനെ ഒരു ഹരത്തിൽ ഇങ്ങനെ ചെയ്യൊക്കെ. അപ്പൊ നമ്മളൊരാളെ നമുക്ക് ഉത്ബോധനം കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറും.
അപ്പൊ നമ്മൾ ഉത്ബോധനം കൊടുത്തുകൊണ്ടൊക്കെ അപ്പൊ ഇപ്പൊ ഗ്രൂപ്പിലുള്ളവരിനെ പറ്റി എന്താ വിചാരിക്കുക, ആരും അത് കേട്ടിട്ടില്ലെങ്കിൽ ആൾക്കാരിന്റെ പരിഹസിക്കൂല, ഒന്നും ചിന്തിക്കേണ്ട, കേൾക്കും കേൾക്കണ്ട. നമ്മളേതായ പിന്നെ കടമ നമ്മൾ നിർവഹിക്കുക, നമ്മൾ അള്ളാന്റെ മുന്നിൽ ഉത്തരം പറയാം, അത്രേ ഉള്ളൂ. ഞാനൊക്കെ കല്യാണത്തിന്റെ ഓരോരോ കല്യാണത്തിന്റെ മാമൂലുകളിൽ നിന്ന് ജനങ്ങളെ എതിർക്കുമ്പോൾ നീ പറഞ്ഞിട്ട് പാലാ കേൾക്കണം. ഞാൻ പറയാം, അതിന് എനിക്കറിയേണ്ട ആവശ്യമില്ല, അള്ളാന്റെ മുന്നിലേക്ക് കാരണം ബോധിപ്പിക്കാതെ ഞാൻ പറഞ്ഞു കൊടുത്തിക്കണെന്ന് അള്ള കാണണ്ടല്ലോ. അൽഹംദുലില്ലാ, അത് ആദ്യമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുറെ ആൾക്കാർക്ക് മാറ്റം വന്ന്, ആദ്യം എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പൊ കുറെ ആൾക്ക് മാറ്റം വന്ന്, കല്യാണത്തിന്റെ കുറെ ആർഭാട സദസ്സുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വേറെ ഒരു ഭാഗത്തുനിന്ന് വർദ്ധിക്കുക. 6 ദിവസമാണ് ഒരു കല്യാണ പരിപാടി വന്നാൽ നമ്മളെ കോഴിക്കോട്ടുകാർ നടത്തുന്നത്. നമ്മൾ അതിൽ നിന്നൊക്കെ മാറാം അല്ലെ. ഒരു കാരക്കന്റെ ചീളയെങ്കിലും കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കണ്ടേ. 70,000 കടിഞ്ഞാളുകളുമായിട്ട് 70,000 മലക്കുകൾ ഓരോ കടിഞ്ഞാളും പിടിച്ച് നരകത്തെ കൊണ്ടുവരപ്പെടും. അപ്പൊ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എന്റെ ഈ മുൻ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഭാവി ജീവിതത്തിന് വേണ്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹ് പറയാണ്. അപ്പൊ നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു ധർമ്മം ചെറുതാണെങ്കിലും സാരമില്ല, അള്ളാന്റെ പ്രീതി കിട്ടല്ലോ വിചാരിച്ച് നമ്മളെ കൊടുക്കാതെ കൊടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഫലം അവിടെ കാണും 10 മടങ്ങായിട്ടില്ലേ. നമ്മൾ കൊടുക്കുന്ന ചില സ്വതക്കുകൾ പിന്നെ നമ്മൾ ആ കൊടുത്തതിന്റെ ആ ത്യാഗ മനസ്ഥിതി അനുസരിച്ചിട്ട് 10 എന്തായാലും കിട്ടും. 10 മുതൽ 70 അല്ല 700 അല്ല അതിനേക്കാളും ഇരട്ടി അള്ളാഹു നമുക്ക് നൽകും. നമ്മുടെ നിയ്യത്തും ത്യാഗ മനസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ധർമ്മം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യുന്ന ഉപകാരം അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ കൂടെ പോകാന്ന് വിചാരിച്ചോളി, ചിലപ്പോൾ നമ്മളെ ഇബാദത്തുകളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, സുന്നത്തുസ്കാരം കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ജമ്മു കാസറോ ആക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആ യാത്രക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ് നിങ്ങൾ പറയും, എത്രയാണ് അറിയില്ലേ? അൽഹംദുലില്ലാ, മദീനത്തെ പള്ളിയിൽ ഒരു മാസം എത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമാണ്. ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് തീർക്കാൻ നമ്മളൊരു യാത്ര ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അപ്പൊ നമുക്ക് പിന്നെ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ആ വ്യക്തിക്ക് എന്തോ ഒരു സമാധാനമായിരിക്കും. നമ്മളൊന്ന് കൂടെ പോയിട്ട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും വീടിന്റെ കാര്യത്തിനാണെങ്കിലൊക്കെ നമ്മളൊന്ന് കൂടെ പോയി കൊടുത്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളൊരു ദിവസത്തെ ചോറിന്റെ പണി കുറച്ച് ഇതായിട്ടുണ്ടാവും, അതല്ലേ വേറെ എന്തെങ്കിലും ഒരു ദിവസത്തെ വീട്ടുപണി താമസിച്ചിട്ടുണ്ടാവും, കുറച്ച് വിഭാഗം കൊണ്ടുണ്ടാവും. പക്ഷെ നമുക്ക് അപ്പൊ കിട്ടുന്ന നമ്മളെ മേൽ രേഖപ്പെടുത്തുന്ന അല്ലെ 2 മലക്കുകൾ നമുക്ക് രേഖപ്പെടുത്താണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ. ഇത്ര പ്രതിഫല നമുക്ക് രേഖപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ നിയ്യത്തും നന്നാവണം അല്ലെ. ഒരിക്കൽ അങ്ങനെ ചെയ്തതാണ്, അത് ചെയ്തതിന് ഉപകാരം ചെയ്യണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താണെന്നറിയോ, പിന്നെ നമ്മൾ ഒരു വ്യക്തി ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ നന്ദി ചെയ്യണം. നന്ദി ചെയ്യാത്തവന് മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവന് അള്ളാഹുവിന് നന്ദി ചെയ്യൂല എന്നല്ല പറയുന്നത്. മനുഷ്യന്മാർക്ക് നമ്മൾ നന്ദി ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അൽഹംദുലില്ലാ ഉപകാരമായിട്ടോ ചെയ്തത്, പിന്നെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായില്ല, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ നന്ദി വാക്ക് പറയണല്ലേ, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും തിരിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്. നേരെ മറിച്ച് നമ്മൾ ഒരു മൈൻഡും ചെയ്യാതെ ഇത്രയും വലിയ ഉപകാരം ചെയ്തിട്ട് ഒരു മൈൻഡും ചെയ്യാതെ അല്ല കുറ്റമൊക്കെ പറയുകയാണെങ്കിലേ അത് അല്ലേ ഒഴിവായിക്കോളും. അപ്പം പക്ഷെ നമുക്ക് നമ്മൾ ചെയ്തു കൊടുത്തതിന് നമ്മൾ ഇങ്ങോട്ട് ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചാൽ നമ്മളെ പ്രതിഫലം പോയി. ഞാൻ അത്ര ചെയ്തു കൊടുത്തിട്ട് അവൻ എന്നോട് പറഞ്ഞത് കണ്ടില്ല, അതല്ല അവൻ എന്നോട് ഇങ്ങനെ ഒരു നന്ദികേട് ചെയ്തല്ലേ, ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല നമ്മൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷെ വിഷമം മനസ്സിൽ വെക്കാം. അത് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ആ പ്രതിഫലം കിട്ടൂല. കാരണം എനിക്കത് ഒരു പ്രശ്നമില്ല. എന്താണ് അള്ളാഹു സൂറത്തുൽ ഇൻസാൻ പറഞ്ഞ ആയത്ത് ഓർമ്മയില്ല? ഏതാണ് ആയത്ത്? സൂറത്തുൽ ഇൻസാനില് നിന്റെ ഒരു പ്രതിഫലമോ നന്ദി വാക്കോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭക്ഷണം നൽകുന്നത് അള്ളാന്റെ ആ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് അല്ലെ. പിന്നെ മുഖം ചുളിച്ചു പോകുന്ന ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് ഞാനിത് നൽകുന്നത് എന്നാണ് അവന്റെ മനസ്സ് അവനോട് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം. പക്ഷെ ആ വ്യക്തി ഉപകാരം നൽകപ്പെട്ട വ്യക്തി തിരിച്ചു ചെയ്തിട്ടില്ല, ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് അള്ളാഹുവിനും അവന് നന്ദി കാണിക്കൂല എന്നാണ് അള്ളാഹ് പറയുന്നത്. നന്ദി കാണിക്കണം, പക്ഷെ നന്ദി നമ്മൾ ചെയ്ത ആള് ആഗ്രഹിക്കാനും പാടില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ, ആരോഗ്യം തന്നെ നിങ്ങൾ നോക്കി ഹിദായത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം അല്ലെ. കാഴ്ചന്റെതും കേൾവിന്റെതും ഹൃദയത്തിന്റെതും ബ്രെയിനിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ തീരൂല നമുക്ക് അല്ലെ. നമ്മുടെ ഒരു ഒറ്റ കാഴ്ച നമുക്ക് സാധ്യമാവണമെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ദശലക്ഷക്കണക്കിന് ആ ഒരു നാരുകൾ പിന്നെ ബ്രെയിനുമായിട്ട് യോജിച്ചാലേ നമുക്ക് ആ ഒരൊറ്റ കാഴ്ച സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ പ്രവർത്തിച്ചിട്ടല്ലേ നമ്മൾ കാണുന്നതും കണ്ട കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് എടുത്ത് അത് പറയുന്ന ഒരു വേദന തട്ടിയത് നിങ്ങൾ ആലോചിച്ച് നോക്കി. പെട്ടെന്ന് നമുക്ക് വേദനിച്ചില്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ എന്നൊരു തട്ടലാണോ ഫസ്റ്റ് നമുക്ക് വേദന ആയി ഉണ്ടാവില്ല. പക്ഷെ ബ്രെയിന് പറഞ്ഞു കൊടുത്തിക്കണേ ഇങ്ങനെ ഒരു സംഗതി എനിക്ക് തട്ടിക്കണെന്ന്, അപ്പോഴാണ് നമ്മൾ വേദന അനുഭവിച്ചത്. തട്ടിയ പാടാ നമുക്ക് എന്ത് സംഗതിയും വേദനിക്കില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആ വേദനിക്കുക ബ്രെയിനിലേക്ക് എത്തി, ബ്രെയിൻ അവിടെ സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഗതി തട്ടിക്കുന്നത്, അപ്പോഴേ നമുക്ക് വേദന അറിയുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ബ്രെയിനായിട്ട് ബന്ധപ്പെട്ടാലേ നമുക്ക് എന്തും നമുക്ക് അറിയുള്ളൂ. കേൾക്കുന്ന സംഗതികളൊക്കെ തന്നെ നമ്മുടെ കർണപുടത്തിൽ തട്ടി അത് ഇളകുമ്പോൾ അത് പിന്നെ ബ്രെയിനിലേക്ക് എത്തുന്നു അല്ലെ.
പിന്നെ അത് ശബ്ദ തരംഗം വഴി ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ബ്രെയിന് പ്രവർത്തിക്കും. ഇതൊക്കെയാണ് നീ കേട്ട, ഇതൊക്കെയാണ് പറയേണ്ടതെന്ന് നമുക്ക് തോന്നിപ്പിക്കും. സുഖമായിട്ട് നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുന്നു, പറയുന്നു അല്ലെ. അപ്പൊ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെ. സംസാരിക്കാനുള്ള കഴിവ് അല്ലെ. വലിസാനം വശഫത്തൈൻ, സംസാരിക്കാനുള്ള 2 ചുണ്ടുകൾ നൽകി, നാവ് നൽകി, ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകി. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നന്നാക്കി അല്ലെ. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും പോലെ കൂർത്ത മുഖമൊന്നല്ല, മനുഷ്യനുള്ള നല്ല സൃഷ്ടിരൂപം നന്നാക്കി, ബുദ്ധി നൽകി അല്ലെ. എല്ലാത്തിനും പിന്നെ അതേപോലെ തന്നെ 2 കാലിൽ നിവർന്ന് നടക്കാനുള്ള ആ ഒരു ശേഷി അള്ളാഹു നൽകി. ബാക്കിയൊക്കെ 4 കാലിലൊക്കെയല്ല നടക്കുന്ന, പക്ഷെ മനുഷ്യന് 2 കാലിൽ നിവർന്ന് നടക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ആനയെ പോലും കീഴ്പ്പെടുത്തുവാനുള്ള അല്ലെ ആ ഒരു ബുദ്ധി മനുഷ്യന് നൽകി. വലിയ വലിയ വാഹനങ്ങൾ മനുഷ്യൻ നിയന്ത്രിക്കുകയാണ് അല്ലെ. എത്ര വലിയ വാഹനങ്ങളാണ് മനുഷ്യന് നിയന്ത്രിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ കാണുമ്പോഴൊക്കെ അല്ലേ ചിന്തിച്ചു പോകും. നമ്മൾ അള്ളാഹു നമുക്ക് നൽകുന്ന കഴിവല്ല ബുദ്ധി കൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ പഠിച്ചവനെ. അപ്പൊ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു നമുക്ക്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ അള്ളാഹുവിനെ നന്ദി ചെയ്യുക. ഇതിൽ കൂടെ ഒക്കെ നമ്മൾ ഇതൊക്കെ നൽകിയിട്ടും നമ്മൾ കാണേണ്ടത് കാണുന്നില്ലെങ്കിൽ, കേൾക്കേണ്ടത് കേൾക്കുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ അല്ലെ. അതാണ് ഹിദായത്ത്. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ശ്രമിക്കുമ്പോൾ അത് ഹിദായത്ത്. കാരണം അള്ളാഹിനെ കുറിച്ചിട്ട് ഇതൊക്കെ ഈ സൃഷ്ടി വൈഭവമൊക്കെ നമുക്ക് നൽകിയ അള്ളാഹിനെ കുറിച്ചിട്ടാണ് ഈ ചിന്ത നമുക്ക് വരുന്നത് അല്ലെ. പൂച്ചയുടെ ഒക്കെ കണ്ണുകൾ കണ്ട എന്തോരം മൂർച്ചാണ് അതിന്റെ, തളർന്നിങ്ങനെ രാത്രി. പക്ഷെ അതിനൊരു ഗവേഷണം നടത്താനോ ബുദ്ധിയോട് ചിന്തിക്കാനോ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യരാണ് ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ വാഗ്മിയാവുന്നതും എഴുത്തുകാരനാവുന്നതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയാണ് അല്ലെ. മനുഷ്യനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ ബുദ്ധി മനുഷ്യനെ എത്ര ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലെ. ഖുർആൻ പഠിക്കുന്നു, ഖുർആന്റെ വിശദീകരണം പഠിക്കുന്നു, ആളുകളെ സംസ്കരിക്കുന്നു ഈ ഖുർആൻ കൊണ്ട് അല്ലെ, അലിമീങ്ങളൊക്കെ. അപ്പൊ നമ്മള് സ്ത്രീകൾ തന്നെ അൽഹംദുലില്ലാഹ് എത്ര സ്ത്രീകൾ നമുക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമല്ലേ. നമ്മൾ എത്ര ചിന്തിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ അള്ളാഹു നമുക്ക് ബുദ്ധി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ചെടുത്ത് സത്യം മനസ്സിലാക്കിയിട്ട് അത് മനുഷ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മളെ നാവാണ് അത് ചലിക്കുന്നതില്ലേ. അതിനൊക്കെ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. എത്ര സ്തുതിച്ചാലും നമ്മൾ മതിയാവൂല. അപ്പൊ ഇതൊക്കെ നൽകിയ റബ്ബിനെ നമ്മൾ സദാസമയവും സ്തുതിക്കുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും റിയായിൽ നിന്ന് നമ്മൾ സ്ഫുടം ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അനാവശ്യമായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകുന്നതിൽ നിന്ന്, ഒരാളെ കുറ്റം പറയുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ മക്കളോട് എപ്പോഴും നമ്മൾ ചീത്ത പറയാൻ, ദുഷിച്ചു പറയാൻ, മുഖം ചുളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഇല്ലാതെ നല്ല വാക്കുകൾ പറയുന്ന അവരടുത്ത് വിട്ടുവീഴ്ച ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാം. ഖുർആന്റെ ആയത്ത് നമ്മൾ നോക്കാം. പിന്നെ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും കോപം ഒതുക്കി വെക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്ന സൽക്കർമ്മകാരികൾ അള്ളാഹു സ്നേഹിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും നമ്മൾ എന്തൊക്കെ കോപം ഒതുക്കി വെക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ദാനധർമ്മം ചെയ്യാം. ഖുർആൻ പറയുന്ന നല്ല ഗുണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത് നമ്മൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ ഗുണം എനിക്ക് ഉണ്ടാവണേ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിനും അള്ളാഹിനോട് പ്രാർത്ഥന, എണ്ണി പ്രാർത്ഥന. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്ന എല്ലാ അള്ളാഹു വിലക്കിയ സ്വഭാവങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളെ മക്കളെയും എല്ലാ നിരീശ്വരവാദ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ പഠിച്ച ആയത്തുകൾ മറക്കാതെ അതിനെ നമ്മൾ പഠിച്ച ആയത്തുകൾ മുഴുവൻ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമസ്കാരത്തിൽ അതിൻ്റെതായ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ. കാരണം എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലമാണ് നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം നമ്മൾ തഹജ്ജുദിൽ സുന്നത്തിലേക്ക് എടുത്ത് പിന്നെ ഫർദിലേക്ക് എടുക്കുക. ആ പഠിച്ച ആയത്തുകൾ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കില്ല. അതൊക്കെ നമുക്കൊരു പേടിയുണ്ടാവും. അപ്പൊ ആദ്യം സുന്നത്തിൽ ഓതി നമുക്ക് നല്ല ഒഴുക്കായാലും നമ്മൾ ഫർദിലേക്ക് എടുക്കാം. അങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ സുജൂദിൽ റുക്കൂയിൽ നമ്മളെപ്പോഴും ചെല്ലുന്ന ദിക്റുകളെക്കാളും മാറിയിട്ടുള്ള ദിക്റുകളൊന്നും ചെല്ലാം. ഒരുപാട് ദിക്റുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ കാഴ്ചയും കേൾവിയൊക്കെ നമുക്ക് നൽകിയതിനുള്ളതൊക്കെ അർത്ഥം വരുന്ന പ്രാർത്ഥനകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മൾ ശരിക്കും പറയുമ്പോൾ നമ്മൾ കണ്ണുനീരൊഴുകും. അപ്പൊ അതൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അത് പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം. നമ്മൾ കുറെ ചട്ടിപ്പത്തിരും പുഡിങ്ങും കേക്കും ഉണ്ടാക്കി സൽക്കാരത്തിന് ഇങ്ങനെ സൽക്കാരത്തിന് കൊണ്ടുപോയി വിഭവസമൃദ്ധമായ സൽക്കാരത്തിന് പങ്കെടുത്തതിലല്ല കാര്യം ഇതിലേക്കാണ്. നമ്മൾ ഈ പ്രാർത്ഥനകൾ പഠിച്ചിട്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാതെ സുന്നത്തിൽ എടുക്കുക, പിന്നെ ഫർദിൽ എടുക്കുക. ഒരു കാരണം ഒരു ദിവസം 5 നേരം ഫർദ് നമസ്കാരം ഇല്ല. ആ ഫർദ് നമസ്കാരത്തിൽ നമ്മൾ ഈ സുജൂദിൽ റുക്കൂയിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ പഠിച്ചാലില്ല, അത് മാറി ചെല്ലുമ്പോൾ നമുക്ക് ഖുശൂ വർദ്ധിക്കും. നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോകില്ല, മനസ്സ് അതിലിങ്ങനെ നിൽക്കും. എന്നിട്ട് സമഈ വ ബസ്രീ വ മുഖീ വ അലമീ വ ഹസ്ബി വ മുസ്തഖല്ലത്ത് ബിഹി ഖദമീ ലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറയുമ്പോൾ എന്റെ കേൾവി, എന്റെ കാഴ്ച, എന്റെ നാഡീ നരമ്പുകൾ, എന്റെ മജ്ജ, എന്റെ ധമനികൾ, എന്റെ കാൽപാദത്തെ വഹിച്ചിരിക്കുന്ന എന്റെ ശരീരം, ഇതൊക്കെ ഞാനിതാ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ റുക്കൂ ചെയ്തിരിക്കുന്നു. അപ്പൊ നോക്കി റുക്കൂയിൽ ഇതൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഈ കേൾവിയും കാഴ്ച, ഈ ദശലക്ഷ കണക്കിന് നാടിനാടുകൾ ഇതൊക്കെ ബ്രെയിനായിട്ട് ബന്ധപ്പെടുന്നതും ഈ കഴിവുകളൊക്കെ അള്ളാഹ് നൽകിയത് ഇതൊന്നും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഒക്കെ നമ്മളെ മനസ്സിലേക്ക് വന്നില്ലേ. അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞിട്ടല്ലേ റുക്കൂയിൽ പ്രാർത്ഥിച്ചത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അതേ ചൊല്ലുന്ന പ്രാർത്ഥന തന്നെ ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ അതിന് പോകും. അപ്പൊ ഇതൊക്കെ മാറി